ഹലോ ഹലോ, ഞാൻ ഓഡിബിൾ ആണോ എന്ന് പറയോ? ആറ് പേരുള്ളൂ ജോയിൻ ആയിട്ടില്ലേ? കുറച്ച് വെയിറ്റ് ആക്കണോ? നീ ലീവ് പറഞ്ഞിരുന്നു. ഗ്രൂപ്പിൽ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടായിക്കണോ? പ്രയറും പ്ലെഡ്ജും ഒക്കെ ആരാണെങ്കിൽ അത് നടക്കട്ടെ വേഗം. അപ്പത്തിന് ജോയിൻ ആവുന്നവർ ജോയിൻ ആയിക്കോട്ടെ അല്ലേ? പ്രയർ ആരെടാ? പ്രയറിനുള്ള ആള് ഇതിലുണ്ടോ? Dear God, thank you for this new day and for bringing us together. Bless our teachers and all the students gathered here. Fill our hearts with wisdom, understanding, and kindness. Help us to listen carefully, learn with joy, and respect one another. Guide us in all that we do and help us use our knowledge for good. May this class be filled with peace, learning, and happiness. Amen. Pledge. India is my country. All Indians are my brothers and sisters. I love my country and I am proud of its rich and varied heritage. I shall always try to be worthy of it. I shall give my parents, teachers, and all elders respect and treat everyone with courtesy. To my country and my people, I pledge my devotion. In their well being and prosperity alone lies my happiness. Jai Hind. ഓക്കെ, നമുക്കിപ്പോൾ ഒന്ന് സെഷൻ തുടങ്ങാം. ഞാൻ ഓഡിബിൾ ആണോ, ക്ലിയർ ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? കട്ടാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഇപ്പോൾ ഓക്കെയാണ്. ക്യാമറ ഓൺ ആക്കിയ പോവോ? ഓൺ ആക്കണം എന്നുണ്ടോ? ഓണാക്കിയാൽ നന്നായിരുന്നു. പോകുന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാലേ? ഞാൻ പുറത്ത് പോയിട്ട് ഹറി പറയായിട്ട് എനിക്ക് ക്ലാസ് ഉണ്ടല്ലോ എന്ന് വെച്ച് എവിടെ ഇറങ്ങാണ്ട് ഓടിപ്പോയി വന്ന്. എൻ്റെ മോന് പനിയായിരുന്നു. പിന്നെ എൻ്റെ അനിയത്തി പ്രസവിച്ചു. ഞങ്ങളോട് പറയാൻ പറഞ്ഞു. എനിക്കൊരു രണ്ടനിയത്തിൻ്റെ അടുത്ത് ഒരാള് പ്രസവിച്ചു. ഇപ്പോൾ 10 ദിവസമായി. അപ്പോൾ അവളുടെ കുട്ടിക്ക് BCG എടുക്കലും എൻ്റെ മോനിക്ക് പനിയും. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് വന്ന് കയറി ഞാൻ അത് ഓണാക്കി ഇവിടെ ഇരുന്നു. എല്ലാവർക്കും സുഖമില്ലേ എല്ലാവർക്കും? ഞങ്ങളോട് അങ്ങനെ ചോദിക്കലില്ലല്ലേ? നിങ്ങൾക്കിപ്പോ സുഖല്ലേ? ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ പുറത്തു പോയി അങ്ങനെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറാത്ത ആളാ. ഞാൻ ഫുള്ള് ഹറിബറി ആക്കിയിട്ട് ഫുള്ള് ഹോസ്പിറ്റലിൽ കൂടെ ഫുള്ള് ഓടിയിട്ട് എനിക്ക് വേഗം വേണം പറഞ്ഞ് ഒക്കെ ഞാൻ ഫാർമസിൻ്റെ ഉള്ളിൽ കയറിക്കും. അങ്ങനെ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഓക്കെ അല്ലേ? എല്ലാവരും ക്ലാസ്സിന് ആക്റ്റീവായിട്ടല്ലേ ഇരിക്കുന്നത്? ഇവിടെ ഉള്ളവരൊക്കെ ഓണല്ലേ? 12 പേരുള്ളൂ കയറിയിട്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് നമുക്ക് കുറച്ച് മെത്തേഡ്സും കാര്യങ്ങളും കൂടിയുള്ളൂ പറയാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കൊന്ന് തിങ്ക് ചെയ്ത് എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് അതിൻ്റെ ലിമിറ്റേഷനും സ്കോപ്പും റെലവൻസും കോൺട്രിബ്യൂഷനും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് ഓക്കെ ആയിട്ടുണ്ടോ? അതിൻ്റെ സമ്മറിയും കാര്യങ്ങളും ഒന്നും കേട്ടില്ല. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ചിട്ട് പറയാൻ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ എടുത്ത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കൺക്ലൂഷൻ കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? അത് ഞാൻ ഒന്നുകൂടെ പറയണോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ പ്രസന്റ് ആയവരൊക്കെ
ആരും ഇൻട്രസ്റ്റഡ് അല്ല. അതാണ് മുന്നോട്ട് വന്ന കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിട്ടില്ല തോന്നുന്നു മാം, എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്കോപ്പും അതിന്റെ ലിമിറ്റേഷൻസും കോൺട്രിബ്യൂഷൻ ആൻഡ് റെലവൻസാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ മറ്റേ സ്കോപ്പിൽ പറഞ്ഞില്ലേ ആ 5 പോയിന്റ്, അതായത് നമ്മൾ നേച്ചറിൽ ഡിസ്കസ് ചെയ്ത ഒരു 5 പോയിന്റ് തന്നെ നമ്മൾ സ്കോപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ലേണർ, ടീച്ചർ, ലേണിംഗ് പ്രോസസ്, ലേണിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ലേണിംഗ് എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞിട്ട് 5 പോയിന്റ് പറഞ്ഞില്ലേ. അതേപോലെ എഡ്യൂക്കേഷണൽ സൈക്കോളജിന്റെ ലിമിറ്റേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള്. ഓർമ്മ ഉണ്ടോ? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഒന്ന് ജസ്റ്റ് ആ പോയിന്റ്സ് പറയാൻ. നമ്മളൊരു 5 പോയിന്റ്സ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺട്രിബ്യൂഷൻ ആൻഡ് റെലവൻസിൽ നമ്മള് ഒരു 10-16 പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ആർക്കെങ്കിലും പറയാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? അതോ ഒന്നുകൂടെ പറയണോ? ഡിസ്കസ് ചെയ്ത് പോണോ? എന്താണ് ഇന്ന് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ മെത്തേഡ്സും കൂടിയാണ് പറയാനുള്ളത്. അതായത് എന്താണ് നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ എന്താണ് ഉപയോഗിക്കുന്ന കുറച്ച് മെത്തേഡ്സ്, അതും കൂടി പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആവും. ആർക്കെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു സമ്മറി കൊടുക്കാൻ താല്പര്യമുണ്ടോ? ലിമിറ്റേഷൻ സൈക്കോളജി ഇസ് നോട്ട് പ്യുവർ സയൻസ് അല്ലാതെ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ല. പിന്നെ ഓരോ ഇൻഡിവിജ്വലിനും വ്യത്യസ്ത തരമായിട്ടുള്ള സ്വഭാവങ്ങളാണ്. അതുകൊണ്ട് ഓരോരുത്തരുടെ എടുത്തിട്ട് പഠിക്കല് അല്ല. പിന്നെ ഹ്യൂമൻ ബിഹേവിയർ ടൈം ടു ടൈം വേരിയസ് ആവുന്നുണ്ട്. പിന്നെ അനിമൽസിന് സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. അവർക്ക് കുറെ അനിമൽസിനെ നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. തിയറീസ് സൈക്കോളജിയിലെ തിയറീസ് അപ്ലിക്കബിൾ ആക്കാനും ക്ലാസ് റൂമിൽ സിറ്റുവേഷൻ പോയിന്റ്സ് എടുക്കണം. മനസ്സിലായിട്ടില്ല സർ? അതായത് നമ്മള് എന്താണ് സ്കോപ്പിൽ എന്ത് പറഞ്ഞു? 5 സ്കോപ്പുകൾ പറഞ്ഞു. അതായത് എന്താണ് അവിടെ ആരിനൊക്കെ നമ്മൾ പറഞ്ഞത്? ടീച്ചറെ പറഞ്ഞു, ലേണർ പറഞ്ഞു. അതായത് ടീച്ചർ, സ്റ്റുഡന്റ്, പിന്നെ എന്താണ് ലേണിംഗ് പ്രോസസ്സ്, ലേണിംഗ് എക്സ്പീരിയൻസ്, ലേണിംഗ് എൻവിറോൺമെന്റ് അല്ലെ. ഇങ്ങനത്തെ 5 സംഭവങ്ങളാണ് നമ്മൾ സ്കോപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പറഞ്ഞത് നമ്മൾ 5 ലിമിറ്റേഷൻസ് ആയിരുന്നു. ലിമിറ്റേഷൻസിൽ ഫസ്റ്റ് പറഞ്ഞില്ലേ എന്താണ് നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ വരുന്ന കുറച്ച് ലിമിറ്റേഷൻസ്. അതായത് അത് എന്തുകൊണ്ടുണ്ടാവും? നേച്ചർ കൊണ്ടുണ്ടാവും അല്ലെ. അത് പറഞ്ഞു. ആദ്യം പറഞ്ഞ എന്താണ് ഇതൊരു പ്യുവർ സയൻസ് അല്ല. അതായത് കെമിസ്ട്രി, ഫിസിക്സ് പോലെ നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻസ് വഴിയോ ഒരു സൊല്യൂഷനിൽ എത്തുന്ന ഒരു സംഭവം അല്ല നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത്. കാരണം എന്താണ് നമ്മളിവിടെ പഠിക്കുന്നത് എന്താണ്? ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ എന്താണ് അത് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻസ് കൊടുത്തിട്ടോ ഒരു കെമിക്കൽ റിയാക്ഷൻസ് കൊടുത്തിട്ടോ എന്ത് ചെയ്യാൻ പറ്റൂല, അതിനൊരു സൊല്യൂഷനിൽ എത്താൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇതെന്താണ് പ്യുവർ സയൻസ് അല്ല. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് കൊണ്ട് ഉണ്ടാവുന്നത്. നമ്മൾ പറഞ്ഞു നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. കാരണം എന്താണ് ഓരോ പേഴ്സൺ ടു പേഴ്സൺ എന്താണ് അവിടെ ഡിഫറെന്റ് ആണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയാണ്? ഒരു ടൈം തൊട്ടൊരു മറ്റൊരു ടൈമിൽ എന്താണ് അതിനൊരു ചേഞ്ചസ് വരും. ഒരു ടൈം ടു ടൈം എന്ത് വരും? ഹ്യൂമൻ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റ രീതിയിലും നമ്മുടെ ചിന്താ കാര്യങ്ങളിലും ഒക്കെ എന്ത് വരുന്നുണ്ട്? ഡിഫറൻസ് വരും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റൂല എന്താണ് ഈ ഹ്യൂമൻ ബിഹേവിയറിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എന്താണ് ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ നമുക്ക് പറ്റൂല. അതും ഇതിന്റെ എന്താണ് ഒരു ലിമിറ്റേഷൻ ആണ്. പിന്നെ പറഞ്ഞു നമ്മളെന്ത് ഹ്യൂമൻസിൽ എന്ത് ചെയ്തിട്ടില്ല? കുറേ പരീക്ഷണങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ കുറച്ച് ആനിമൽസിനെ എന്താണ് യൂസ് ചെയ്തിട്ട്, അതായത് എന്താണ് ഡോഗ്, കാറ്റ്, ചിമ്പാൻസി അതേപോലത്തെ കുറച്ച് ആനിമൽസിനെ യൂസ് ചെയ്തിട്ട് കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്തു. അതിന്റെ ബേസിൽ നമ്മൾ കുറേ കാര്യങ്ങൾ, കുറേ തിയറീസും കുറേ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കുറേ വൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് അതൊക്കെ നമ്മുടെ ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാടൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എന്താണ് ബ്രെയിനുള്ള മനുഷ്യന്മാരും അത്
അത്ര ചിന്തിക്കാൻ പറ്റാത്ത ലേൺ ചെയ്തിട്ട് ഓരോ ട്രയൽ ആൻഡ് എറർ നടത്തിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്, ആനിമൽസിലൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റഡീസ് വെച്ചിട്ട് നമ്മള് എന്താണ് മനുഷ്യന്മാരെ കാര്യങ്ങൾ പറയാന്നുള്ളതും ഇതിൽ വരുന്ന ഒരു ലിമിറ്റേഷൻ ആണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു, അതായത് തിയറിയും പ്രാക്ടീസും. അതായത് നമ്മൾ തിയറി വായിച്ചിട്ട് പ്രാക്ടിക്കലി അത് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞു തിയറിയിൽ നമ്മൾ എന്ത് വെച്ചു, ഒരു വണ്ടി ഓടിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ എന്താണ് സ്വിമ്മിങ് പഠിച്ചു. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ എന്തുണ്ടാവും, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. അപ്പൊ നമ്മൾ വായിച്ച് പഠിച്ചൊരു കാര്യം നമ്മളിങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറെ കൺഫ്യൂഷൻസ് വരും. നമ്മൾ കുറെ ഇന്റേൺഷിപ്പും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്നത് എന്താ, നമ്മളിങ്ങനെ ചെയ്ത് പഠിക്കുമ്പോൾ എന്താവും, നമുക്ക് മനസ്സിലാവും ഞാൻ വായിച്ച് പഠിച്ച സാധനങ്ങളല്ല. അതേപോലെ ഞാൻ പറഞ്ഞു, ഞാൻ കേസ് എടുക്കാൻ പോകുമ്പോൾ എന്താണ്, നമുക്ക് കേസ് ഹിസ്റ്ററിന്റെ ഫോർമാറ്റ് പഠിപ്പിച്ചു തരും, ഇന്ന ഡീറ്റെയിൽസ് എടുക്കണം, ഇന്ന കാര്യങ്ങൾ ചോദിക്കണം. പക്ഷേ നമ്മൾ ചോദിച്ചു വരുമ്പോൾ എന്താണ്, നമ്മളെ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് കുറേ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ എന്താ പറഞ്ഞേ, ഇങ്ങനെ നമ്മൾ എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ച കുറെ കാര്യങ്ങൾ, ആനിമൽസിലും അതിലൊക്കെ ചെയ്തിട്ട് കണ്ടുപിടിച്ച കുറെ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ എന്തുണ്ടാവും, കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതും ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ, പിന്നെ പറഞ്ഞത് നമ്മൾ റെലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ആണ് അല്ലെ. ടീച്ചേഴ്സിനെ ഏതൊക്കെ രീതിയിൽ സഹായിക്കുന്നുണ്ട്, അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജി ടീച്ചേഴ്സിനെ ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ ആൻഡ് റെലവൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഏതൊക്കെയായിരുന്നു, ടീച്ചേഴ്സിനെ എങ്ങനെയൊക്കെയാണ് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, അതായത് എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിന്റെ കോൺട്രിബ്യൂഷൻ ആൻഡ് റെലവൻസ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി എങ്ങനെയാണ് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഒരു 10 പോയിന്റ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെയൊക്കെ എഴുതും, അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജി എങ്ങനെയൊക്കെയാണ് നിങ്ങളിൽ ഒരു എന്താണ് ഒരു ഇതുണ്ടാക്കുന്ന, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കുറച്ച് പോയിന്റ്സ് ആയിട്ട് പറയാൻ പറ്റുമോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? തിയറീസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് എഡ്യൂക്കേഷനും ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു ടീച്ചറിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ ലേണറിന്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ലേണിംഗ് പ്രോസസ്സ് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്, അതറിയിക്കാനായിട്ട്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് പരിഗണിച്ച് അവരുടെ കഴിവ് വളർത്തുന്നതിനായിട്ട് സഹായിക്കുന്നു. പിന്നെ എഫക്റ്റീവ് ക്ലാസ് റൂം ആൻഡ് എൻവയോൺമെന്റ് ഇതാക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഡെവലപ്മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെ പ്രത്യേക പരിഗണന ആവശ്യമായ കുട്ടികൾക്ക് അതിനായിട്ടുള്ള ഗൈഡൻസ് നൽകാനും സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പോയിന്റ്സ്, അത് 16 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് ആ കുട്ടികളുടെ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവരുടെ ലേണിംഗ് എക്സ്പീരിയൻസ്, ലേണിംഗ് എൻവിറോൺമെന്റ്, അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡ്സ്, ആ പ്രോസസ്സ്, പിന്നെ അതേപോലെ എന്താണ് സ്പെഷ്യലി കെയർ വേണ്ട കുട്ടികളെ ശ്രദ്ധിക്കണം. പിന്നെ എന്താണ് അവർക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ടൈം ടേബിൾ കൊടുക്കുക, അവർക്കൊരു പ്രോപ്പർ ഡിസിപ്ലിൻ ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ നമ്മുടെ സെൽഫിനെ കുറിച്ച് പഠിക്കാൻ, അവരുടെ ബിഹേവിയറിനെയും സെൽഫിനെയും കുറിച്ചിട്ട് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ എന്താണ് ഒരു പ്രൊഫഷണൽ സെൻസ് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. അതായത് നമ്മളൊരു ക്ലാസ് റൂം സെറ്റിങ്സിലാണ്, നമ്മുടെ മുന്നിലുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്, ഡിഫറെൻ്റ് ഇൻ്റലിജൻസും കാര്യങ്ങളും ഉള്ള കുട്ടികളാണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. അതേപോലെ അവരെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരു സെൻസും ഒക്കെ നമുക്ക് ഉണ്ടാവണം. അതായത് ഒരു പ്രൊഫഷണലിസം നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതേപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസും കൗൺസിലിംഗും ഒക്കെ ആവശ്യമാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ള കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പൊ ഇവിടെ പറഞ്ഞ കുറെ പോയിന്റ്സും ഇത്രയും കാര്യങ്ങൾ. അതേപോലെ
എന്താണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഒരു കരിക്കുലം ഉണ്ടാവും, ഒരു നമ്മൾ ഫോളോ ചെയ്ത് പോകേണ്ട ഒരു സിലബസും കാര്യങ്ങളും ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ കഴിവിനെ വളർത്തുന്ന രീതിക്കുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൊടുക്കുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ കണ്ടക്ട് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്തത് അടുത്ത ടോപ്പിക് ഇതിന്റെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നതാണ് മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ട്ടോ. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഇന്ന് അത് ഇട്ടിട്ടില്ലല്ലേ? നിങ്ങളടുത്ത് അത് ഉണ്ടോ, നോട്ട് ഉണ്ടോ? അപ്പൊ ഗ്രൂപ്പിൽ ഇട്ടരാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പൊ ഞാൻ ഗ്രൂപ്പിലിട്ട സാധനല്ലേ, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഒരാളായിട്ട് വായിച്ചു തുടങ്ങിയ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചില്ലേ? ടെക്സ്റ്റ് കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം, എന്നും ഇതെടുത്ത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്താവും, എഴുതലൊരു ടാസ്ക് ആവും ഇത്. അപ്പൊ എന്ത് ചെയ്യാം, എന്നും ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ എടുത്തിട്ട് ഇത് കുറച്ചേരം ഇരുന്ന് വായിച്ചാൽ നമുക്ക് ആ സാധനം അവിടെ തറവും. ഇന്ന് പറയാൻ പോണ കാര്യങ്ങളൊക്കെ നമുക്കൊരു മെന്റൽ എഫേർട്ട് വേണ്ടി വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വായിച്ചു പോയാൽ തിരിയണം എന്നില്ല. മീൻസ് അത്യാവശ്യം ബേസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ. നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്ന പേപ്പർ അല്ലേ, അപ്പോൾ ഒന്നൊരു എഫേർട്ട് ഇട്ടിട്ട് പഠിക്കണം. അപ്പോൾ മെത്തേഡ്സ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കേട്ടാ എഴുതാനും ഓർത്ത് വെക്കാനും പറ്റുന്നതാണ്. പക്ഷെ എന്നാലും ഒന്ന് വായിക്കണം കേട്ടോ. അപ്പൊ ആരെങ്കിലും ഒന്ന് വായിച്ചു തുടങ്ങിക്കും. Study of human behavior in the educational settings. To study the behavior and appropriation of methods is necessary. The selection of methods directly or indirectly upon several factors like. ഇതുവരെ വായിച്ചാൽ മതി മാമേ? അല്ല, ഫാക്ടേഴ്സും കൂടെ വായിച്ചോ. ഒന്ന്, natural of the problem to be studied. Investigators, resourcefulness and source of information. 3, and accuracy of the material and its economical settings. അടുത്ത വായിക്കണം. Important methods are ഡിസ്കസ് ചെയ്യും. അതായത് നമ്മളിവിടെ പറഞ്ഞു, ഒരു എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ ഉണ്ടാവുന്ന ഒരു ഹ്യൂമൻ ബിഹേവിയറിനെയാണ് പഠിക്കുന്നത് അല്ലേ. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഹ്യൂമൻ ബിഹേവിയേഴ്സിനെ പഠിക്കണം. അതിനെ മോഡിഫൈ ചെയ്യാണ്. ഇവിടെ നമ്മൾ ഒരു എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ ഒരു ഹ്യൂമൻ കാണിക്കുന്ന ബിഹേവിയറിനെ നമ്മൾ പഠിച്ചിട്ട് അതിനെയാണ് നമ്മളിവിടെ മോഡിഫൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു സ്റ്റഡി മെത്തേഡ് യൂസ് ചെയ്യാം. അതേപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ടിപ്പ് നമ്മൾ ഒരു അപ്രോപ്രിയേറ്റ്, അതായത് ഇന്ന സംഭവം ചെയ്താൽ ഇത് നടക്കും, അങ്ങനത്തെ ഒരു മെത്തേഡ്സ്, കുറെ ട്രിക്സും ഐഡിയാസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യലില്ലേ. അതേപോലെ ഒരു ബിഹേവിയറിനെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഒരു മെത്തേഡ് ചൂസ് ചെയ്യും. ആ മെത്തേഡ് കുറേ ഫാക്ടറാല്, അതായത് കുറേ കാര്യങ്ങൾ കൊണ്ട് അത് ഡിപ്പെൻഡഡ് ആണ്. അതായത്
ഇന്നൊരു സംഭവം നടക്കാൻ ഇന്നൊരു കാരണം ഉണ്ടാവും, അങ്ങനെ നമ്മൾ പറയലുണ്ടല്ലോ. അതായത് ഇന്ന ബിഹേവിയർ ഉണ്ടായി, ഇപ്പൊ ഒരു കുട്ടി ഒരു ബിഹേവിയർ കാണിച്ചു, അത് ഇന്ന കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്ന് നമ്മൾ പറയുമല്ലോ. അങ്ങനെ ആ ഒരു ഓരോ കാര്യങ്ങളും ഓരോ കാര്യത്തിനും എന്തുണ്ടാവും, ആ ഒരു അതിനെ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി, അതായത് അതിനെ നേരിട്ടോ അല്ലാതെയോ അതിനെ ബാധിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്, കുറെ മെത്തേഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്, അതിനെ എഫക്ട് ചെയ്യുന്ന, അതിനെ ബാധിക്കുന്ന എന്തെങ്കിലും കുറെ ഫാക്ടേഴ്സ് അവിടെ പ്രസന്റ് ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് ഇപ്പൊ നമ്മളൊരു ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുകയാണ്, അതിന് ആവശ്യമായിട്ടുള്ള ഒരു മെത്തേഡ് നമ്മളവിടെ ചൂസ് ചെയ്യാണ്. ആ മെത്തേഡിന് എന്തുണ്ടാവും, കുറേ കാര്യങ്ങൾ, അതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ പ്രസന്റ് ആയിരിക്കും. അത് അതിനെ നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഇവിടെ പറഞ്ഞു എന്താണ്, ഇപ്പൊ ഒരു പ്രോബ്ലം, ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള 3 ഫാക്ടേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു മെത്തേഡിനെ ബാധിക്കുന്ന 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് നേച്ചർ ഓഫ് ദ പ്രോബ്ലം ടു ബി സ്റ്റഡീഡ്, അതായത് ഏതൊരു പ്രോബ്ലത്തിനാണോ നമുക്ക് പഠിക്കേണ്ടത്. അതായത് ഇപ്പൊ ഒരാളൊരു പ്രശ്നം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു പെരുമാറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വഭാവം കാണിച്ചു. അപ്പോൾ ആ ഒരു സംഭവത്തിന്റെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ആ പ്രോബ്ലത്തിന്റെ നേച്ചറിനെ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ആ ഒരു കാണിച്ചിട്ടുള്ള ബിഹേവിയറിന്റെ നേച്ചർ എങ്ങനെയാണ്, അതിന്റെ സ്വഭാവം എങ്ങനെയാണ്, അതിങ്ങനെ കാണിച്ചു എന്നുള്ളൊരു സംഭവം എന്ത് ചെയ്യണം, നമ്മളവിടെ പഠിക്കണം. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് റിസോഴ്സ്ഫുൾനെസ് ആൻഡ് സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ. അതായത് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ആ കാര്യം, അതായത് ഇപ്പൊ നമ്മളൊരു ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ ഇവിടെ കുറെ റിസോഴ്സസ് നമുക്ക് വേണം, കുറെ ഇൻഫോർമേഷൻസ് നമുക്ക് വേണം. അതായത് ഇപ്പൊ ഒരു കേസ് എടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് പഠിക്കാൻ പോയിട്ട് അതിനെ കുറിച്ചിട്ട് നമ്മൾ കുറെ മനസ്സിലാക്കിയിട്ട് ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ഒരു ഇൻഫോർമേഷൻ, അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ അറിവ് വേണം. പിന്നെ അതേപോലെ അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസുകൾ, കാര്യങ്ങൾ, എന്തൊക്കെ റിസോഴ്സസ് നമുക്ക് അതിൽ യൂസ് ചെയ്യാം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, അത് ഒരു നല്ലൊരു അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് യൂസ് ചെയ്യാം, അതുപോലെ നമുക്ക് എന്തൊക്കെ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻസ് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഒരു അറിവ് അവിടെ നിർബന്ധമാണ്. അതായത് നമ്മളാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, നമ്മൾ ടീച്ചേഴ്സാണ് അതിനെ കുറിച്ചിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, അതിലൊരു റിസൾട്ട് ഉണ്ടാക്കണം. അപ്പൊ എന്തുവാണ്, നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു നല്ല ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചിട്ട്. പിന്നെ അവൈലബിലിറ്റി ആൻഡ് അക്യൂറസി ഓഫ് ദി മെറ്റീരിയൽ ആൻഡ് ഇറ്റ്സ് എക്കണോമിക്കൽ സെറ്റിംഗ്. അതായത് ഇപ്പൊ പറഞ്ഞു നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കുക, അതിന്റെ റിസോഴ്സസ് യൂസ് ചെയ്യാം, നമുക്ക് ആ ഒരു പ്രോബ്ലത്തിനെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ആക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറെ മെറ്റീരിയൽസ് ആവശ്യമാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ ഒരു പ്രോബ്ലം, അതായത് ആ കുട്ടിയുടെ ഒരു പേഴ്സണാലിറ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതായത് ഒരുപാട് പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ ഉണ്ട്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് കൂടിയാണ് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് അതിന്റെ മെറ്റീരിയൽസ് എങ്ങനെ യൂസ് ചെയ്യണം, അതിനെങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം, അതിനൊക്കെ എങ്ങനെ മുന്നേ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം, അതിന്റെ അവൈലബിലിറ്റി, അതേപോലെ അതിന്റെ സ്കോറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിന്റെ മറ്റേ നോംസും അതേപോലത്തെ കാര്യങ്ങളൊക്കെ സ്കോറിങ് ബുക്ക് തന്നെ ഉണ്ടാവും ഈ ഒരു ടെസ്റ്റുകൾക്കൊക്കെ. അപ്പോൾ ആ ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്യാനും അതിന്റെ അവൈലബിലിറ്റി, അതിന്റെ അക്യൂറസി എന്ന് പറഞ്ഞാൽ അതിന്റെ എത്ര സുരക്ഷിതമായിട്ട് സുതാര്യമായിട്ട് ഉപയോഗിക്കുക എന്നൊക്കെ പറയില്ലേ, അപ്പൊ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ അടുത്ത പറയുന്നത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ്സ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ആ മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്തിരിക്കണം, എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അതായത് ആ ഒരു പ്രോബ്ലത്തിന്റെ ഒരു കിടപ്പ് എങ്ങനെയാണ്, ആ പ്രോബ്ലത്തിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്, അതിന്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ്, അതിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് പഠിക്കാം. അതേപോലെ നമുക്കത് നല്ല രീതിയിൽ അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എടുക്കാനുള്ള ഒരു റിസോഴ്സ്, ഒരു ഇൻഫോർമേഷൻ ഉണ്ടോ നോക്കുക. അതേപോലെ അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള വേയിൽ യൂസ് ചെയ്യാനും, അതൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യണമല്ലോ, എഫക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. അപ്പൊ അതിന്റെ അവൈലബിലിറ്റി, അതായത് അത് ചെയ്യുമ്പോൾ ആ ഒരു സംഭവം നമ്മളടുത്ത് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ ചെക്ക് ചെയ്യാം.
ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഇതിന്റെ മെത്തേഡ്സ് ആണ്. നമ്മൾ ഏതൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു നമ്മളിപ്പോ പറഞ്ഞ ഒരു പ്രോബ്ലം ഉണ്ടാവും, ആ പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ, അതിനെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് പഠിക്കാൻ പോണത് എന്നാണ് അടുത്ത പറയുന്നത്. വായിച്ചോ ആരെങ്കിലും? 5 Important methods are introspection, observation, third case study method, differential or survey method, experimental method. വായിക്കാനാ മിസ്? Introspection. The word introspection means looking inward. It means self-observation. One can look within oneself to experience one's own thoughts and feelings. Introspection gives quick and direct information of our mental process without any extra expenditure. അതെ, നമ്മൾ 5 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ബിഹേവിയറിനെ പഠിക്കാൻ പോവാണ്. ഓക്കെ, അതിൽ നമുക്ക് ഇപ്പൊ ഒരു ബിഹേവിയറിനെ നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടോ, അതിന്റെ ഒരു സ്വഭാവം എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണ ഒരു മെത്തേഡ്സ്. നമുക്ക് കുറെ മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒരു 5 എണ്ണം. അതായത് അതിൽ ഫസ്റ്റ് പറഞ്ഞത് ഇൻട്രോസ്പെക്ഷൻ, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി മെത്തേഡ്, ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മൈൻഡിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു, സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞിട്ട്. ഈ സ്ട്രക്ചറലിസത്തില് വൂണ്ട് കൊടുന്നതാണ്. അതായത് നമ്മുടെ ഒരു സൈക്കോളജിന്റെ ഫാദർ പറഞ്ഞില്ലേ, മൂപ്പര് കൊടുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് സെൽഫ് ഒബ്സർവേഷൻ ആണ്, ലുക്കിംഗ് ഇൻവേർഡ് ആണ്. അതായത് നമ്മളില്ലേ, നമ്മളെ കുറിച്ച് പഠിക്കുക, നമ്മളെ കുറിച്ച് ഒബ്സർവ് ചെയ്യുക, നമ്മുടെ സെൽഫ് ഒബ്സർവേഷൻ. മാം ഒരു കാര്യം പറഞ്ഞോട്ടെ. ഹലോ, അത് പുറത്തുനിന്ന് എന്തല്ലോ ഭയങ്കര സൗണ്ട് ഉണ്ട് തോന്നുന്നു, ഒന്നും കേൾക്കുന്നില്ല. മാം പറയുന്നത് ശരിക്കും ക്ലിയർ ആവുന്നില്ല. വേറെന്തല്ലോ സൗണ്ടാണ് ഭയങ്കരമായിട്ട് കേൾക്കുന്നത്. ഉള്ളിലിരുന്നാല് മാമിന് റേഞ്ച് ഇല്ലാത്തോണ്ടാ പുറത്തിരുന്നതാ? ശരി. ഭയങ്കര വേറെന്തെല്ലോ സൗണ്ട് ആയതുകൊണ്ട് ശരിക്കും ക്ലിയർ ആവുന്നില്ല. എന്റെ പ്രശ്നമാണല്ലോ, എല്ലാവർക്കും ഉണ്ടോന്ന് എനിക്കറിയില്ലേ. എല്ലാവർക്കും ഉണ്ടോ ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇനിയും ആ ഒരു സൗണ്ട് നല്ല ഒരു നോയ്സ് ആവുകയാണെങ്കിൽ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് എനിക്ക് ഉള്ളിലിരുന്ന ഭയങ്കര ഡിസ്റ്റർബൻസ് മീൻസ് എനിക്ക് റേഞ്ച് കിട്ടൂല. ബെഡ്റൂമിൽ മാത്രമേ ഉള്ളൂ, ഒരു റൂമിൽ മാത്രമേ ഉള്ളൂ. അവിടെ 2 പിള്ളേരെയും തൊട്ടി കെട്ടിയാട്ടി. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഇൻട്രോസ്പെക്ഷൻ. കേൾക്കുന്നുണ്ടോ മധുദീനൊക്കെ? ഓക്കെയാണോ? മാം പറയുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷെ വേറെയും കുറെ സൗണ്ട് വരുന്നോണ്ട് ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ആവുകൊണ്ട് ചോദിച്ചത്. അപ്പൊ ഇൻട്രോസ്പെക്ഷനില് നമ്മൾ എന്താ പറഞ്ഞേ, ലുക്കിംഗ് ഇൻവേർഡ്. അതായത് നമ്മുടെ സെൽഫ് ഒബ്സർവേഷനെയാണ് നമ്മൾ ഇത് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. അതായത് വൂണ്ട് മൈൻഡിനെ കുറെ പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അതിനെ 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു വൂണ്ട്. അതിൽ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ് ഇൻട്രോസ്പെക്ഷൻ. അതായത് നമ്മളെ കുറിച്ച് വാല്യുവേറ്റ് ചെയ്യാം. നമ്മളെ ഉള്ളിലുള്ള കാര്യങ്ങൾ നോക്കുക, നമ്മുടെ ഓൺ തോട്ട്സ് എങ്ങനെയാണ്, നമ്മുടെ ഫീലിങ്സ് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ ബിഹേവിയർ എന്തുകൊണ്ട് എങ്ങനെയായി. ഇപ്പൊ ഈ ജേണലൊക്കെ എഴുതാൻ പറയും, നമ്മൾ തെറാപ്പി കൊടുക്കുമ്പോൾ പറയും നിങ്ങളുടെ ജേണൽ എഴുതാൻ. അല്ലെങ്കിൽ നമ്മൾ CBT പോലത്തെ തെറാപ്പി കൊടുക്കുമ്പോൾ പറയും
നിങ്ങൾക്ക് എപ്പോഴാണോ ട്രിഗേർഡ് ആവുന്നത്, നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ വരുന്നത്, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓവർ തിങ്കിങ് വരുന്നത്, അതായത് നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കുന്ന രീതിക്കുള്ള തോട്ട്സോ കാര്യങ്ങളോ എപ്പോഴാണോ വരുന്നത്, ആ ടൈമിൽ എന്ത് ചെയ്യാൻ പറയും? ആ തോട്ടിനെ എഴുതാൻ പറയൂലേ? അതേപോലെ എന്താണ് ചെയ്യാൻ പറയുന്ന ഒരു കാര്യങ്ങളാണ്. അതായത് ചിലർ പറയും എന്തുണ്ടാവുന്നതിന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ പറയും. അപ്പൊ നമ്മൾ ചെയ്യാൻ പറയുന്ന ഒരു കാര്യമാണ് എന്താണ് നമ്മുടെ ഫീലിങ്സിനെ ലുക്കിംഗ് ഇൻവാർഡ്, നമ്മുടെ ഫീലിങ്സ് എങ്ങനെയാണോ, നമ്മുടെ തോട്ട്സ് എങ്ങനെയാണോ എന്നുള്ള കാര്യം കുറച്ചു നേരം ഇരുന്ന് ഒബ്സർവ് ചെയ്യാൻ പറയും. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇൻട്രോസ്പെക്ഷൻ കേട്ടോ. ഇൻട്രോസ്പെക്ഷൻ അതായത് ലുക്കിംഗ് ഇൻവാർഡ്, എന്താണ് സെൽഫ് ഒബ്സർവേഷൻ, അതാണ് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഓൺ തോട്ട്സിനെയും ഓൺ ഫീലിങ്സിനെയും കുറിച്ചിട്ട് അവിടെ എന്ത് ചെയ്യാണ്? നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്യാണ്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്യാണ്. അതാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഇൻട്രോസ്പെക്ഷനിലൂടെ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഒരു മെന്റൽ പ്രോസസ്സിനെ കൂടുതൽ ചെലവൊന്നും ഇല്ലാണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുന്നത്. അതായത് വളരെ ക്വിക്കായിട്ട്, അതായത് ഇപ്പൊ എനിക്ക് ഇരിക്കുമ്പോ എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഞാനിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്, ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോഴാണ് അതിനെ ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നലില്ലേ? അത് നമ്മൾ ഫോക്കസ് ചെയ്യാം. നമ്മുടെ മെന്റൽ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് എന്തുണ്ട്? നമുക്ക് എക്സ്ട്രാ ചെലവോ കാര്യങ്ങളോ ഒരു ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമോ ഒന്നുമില്ല. അതാണ് ഇൻട്രോസ്പെക്ഷനിൽ പറയുന്നത്. ഓക്കെ ആണോ ഇൻട്രോസ്പെക്ഷൻ? അതേപോലെ നമ്മുടെ ഓൺ തോട്ട്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ടെസ്റ്റുകൾ നമ്മൾ പറയുന്നുണ്ട്. അതിനുള്ള കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്ക് അപ്പോൾ തോന്നുന്ന ഫീലിങ്സ് മനസ്സിലാക്കാൻ നമ്മളൊരു സെൽഫ് ഒബ്സർവേഷനിലൂടെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തിട്ട് നമ്മൾ അതിനെ റിസൾട്ട് പോലെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറേ വൈഡായിട്ട് കിടക്കുന്ന വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഒബ്സർവേഷൻ ആണ്. ഒബ്സർവേഷൻ ആരെങ്കിലും വായിച്ചോ? വായിക്കാത്തവരൊക്കെ വായിക്കും. Observation means looking outside oneself. It is mainly conducting for collecting the data. Observation may be of different types: direct and indirect, natural and artificial, scheduled and unscheduled, participant and non-participant. ഓക്കെ, ഒബ്സർവേഷൻ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ലേ ഒബ്സർവേഷന്. ഈ ഒരു മെത്തേഡ് ചോദിക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ആദ്യം നമ്മൾ പറഞ്ഞു ഇൻട്രോസ്പെക്ഷൻ, നമ്മൾ നോക്കണം. ഒബ്സർവേഷൻ എന്ത് ചെയ്യണം? നമ്മൾ പുറത്തുള്ള വേറൊരു സെൽഫിനെ നോക്കിയിട്ട് എന്താണ് പഠിക്കാണ്? ലുക്കിംഗ് ഔട്ട്സൈഡ് ആണ് ഒബ്സർവേഷൻ. ലുക്കിംഗ് ഇൻവേർഡ് എന്താണ്? ഇൻട്രോസ്പെക്ഷൻ. അത്രേ ഉള്ളൂ. അതായത് ഈ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വേറൊരാളുടെ ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്യാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇയാൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ബിഹേവിയർ അവിടെ കാണിച്ചു, അവിടെ ഒരു ബിഹേവിയർ കാണിക്കാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ആ വേറൊരു ഇൻഡിവിജ്വൽ, അതായത് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഒരു സ്റ്റുഡന്റ് കാണിക്കുന്ന ഒരു ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്യാണ്. എന്തുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ കാണിച്ചത്? അവനെ ട്രിഗർ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഒബ്സർവ് ചെയ്യണം. ലുക്കിംഗ് ഔട്ട്സൈഡ് വൺ സെൽഫ് ആണ് ഒബ്സർവേഷൻ. ലുക്കിംഗ് ഇൻവേർഡ് എന്താണ്? നമ്മുടെ സെൽഫ് ഒബ്സർവേഷൻ, ഇൻട്രോസ്പെക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒബ്സർവേഷൻ നമ്മൾക്ക് കുറേ ടൈപ്പിൽ ചെയ്യാം. ഡയറക്റ്റ് ഇൻവോൾവ് ആയിട്ട് ചെയ്യാം, ഇൻഡയറക്റ്റ്ലി ചെയ്യാം. അതായത് അപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട ഒരാളുടെ അടുത്ത് പോയിട്ട് നമുക്ക് അയാളെ ഡയറക്റ്റ് ഇൻവോൾവ് ആയിട്ട് നമുക്ക് അയാളെ ഒബ്സർവ് ചെയ്യാം. അതേപോലെ എന്ത് ചെയ്യാം? ഇൻഡയറക്റ്റ് ആയിട്ട് വേറൊരാളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിത് വരുന്ന ഒരു കുട്ടിയുടെ പാരന്റ് പറയണേ ഇവന് ഇന്ന ടൈമിൽ ഇന്നത് കാണിക്കും, അത് നമ്മൾ അവരെ മനസ്സിലാക്കാണ്. ഇൻഡയറക്റ്റ്ലി മനസ്സിലാക്കാം, ഡയറക്റ്റ്ലി മനസ്സിലാക്കാം, ഇൻഡയറക്റ്റ്ലി മനസ്സിലാക്കാം. പിന്നെ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ആയിട്ട് മനസ്സിലാക്കാം എന്ന് പറയുന്നത്, ഇപ്പോൾ
എന്താണ് ഇപ്പൊ ഈ ഒരു പരിസ്ഥിതിയൊക്കെ നിരീക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവില്ല, ഈ ബേർഡ്സിന്റെ ഒക്കെ സൗണ്ടും അതും ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ല. അവരിപ്പോ ഒരു ആനിമലിനെ ഒരു ബേർഡിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എന്താ അവരുടെ നാച്ചുറൽ സെറ്റിങ്സിൽ, അതായത് അവരെവിടെയാണോ ജീവിക്കുന്നത് അവിടെ പോയിട്ട് ആ ഒരു ആനിമലിന്റെ ഒബ്സർവ് ചെയ്തിട്ട് അവരുടെ ബിഹേവിയർ എങ്ങനെയാണോ, അവരൊരു ടൈം ടു ടൈം എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ നമുക്ക് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഒബ്സർവേഷൻസ് നടക്കുന്നുണ്ട്. ഒരു ജീവിനെ അവരുടെ ഒരു ലിവിങ് സ്പേസിൽ പോയിട്ട് എന്താണ് ഒബ്സർവ് ചെയ്തിട്ട് അവരിൽ ഓരോ ടൈമിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അവരുടെ ഒരു ലൈഫിന്റെ ഒരു ഹാബിറ്റ് കാര്യങ്ങൾ ഒക്കെ എന്താണ് മനസ്സിലാക്കാം. പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അത് വീഡിയോ റെക്കോർഡിങ്സോ ത്രൂ മനസ്സിലാക്കാം. ഇപ്പൊ ആരെങ്കിലും ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഒരു എന്താണ് നാച്ചുറലിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കാം, ആർട്ടിഫിഷ്യൽ ആയിട്ട് മനസ്സിലാക്കാം. അതായത് നമ്മുടെ ഒരു സങ്കല്പ രീതികളും എന്താണ് നമുക്ക് കിട്ടിയ പുറത്തുനിന്ന് കിട്ടിയ റിസോഴ്സസ് അല്ലെങ്കിൽ ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് കിട്ടി മനസ്സിലാക്കിയ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് ചെയ്യാം, നമുക്കൊരു ഒരാളുടെ ഒരു ബിഹേവിയറിനെ നമുക്ക് മനസ്സിലാക്കാം, ഒരു ആനിമലിന്റെ അല്ലെങ്കിൽ ഒരാളുടെ ബിഹേവിയറിനെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഷെഡ്യൂൾഡും ഉണ്ട് അൺഷെഡ്യൂൾഡും ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമിൽ, ഇത്ര പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഒരാൾ ഒബ്സർവ് ചെയ്യാം. അപ്പോൾ ആ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞാൽ എന്തുണ്ടാവും, എന്താണ് നമ്മൾ അയാൾ ഒബ്സർവ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അയാളുടെ എന്തുണ്ടാവും, കുറേ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവും. കാരണം ലൈഫിൽ ഓരോ എക്സ്പീരിയൻസസ് മാറുമ്പോഴും ആൾക്ക് എന്തുണ്ടാവും, ചേഞ്ചസ് വരും. അപ്പോൾ ഷെഡ്യൂൾഡ് എന്ന് പറയുമ്പോൾ ഇന്നൊരു ടൈം തൊട്ട് ഇന്നൊരു ടൈം വരെ ഉള്ള അയാളുടെ ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കാം, എന്താണ് അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ പാർട്ടിസിപ്പൻറ്റും നോൺ പാർട്ടിസിപ്പൻറ്റും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് ടൈപ്സ് ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. പാർട്ടിസിപ്പന്റ് എന്താണ് നോൺ പാർട്ടിസിപ്പന്റും ഉണ്ട്. പാർട്ടിസിപ്പന്റിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആരിനെയാണോ ഒബ്സർവ് ചെയ്യേണ്ടത്, ഏത് ഗ്രൂപ്പിനെയാണോ ഒബ്സർവ് ചെയ്യേണ്ടത്, ആ ഒരു ഗ്രൂപ്പിൽ പോയിട്ട് നമ്മളൊരു മെമ്പർ ആവുക. എന്നിട്ട് ഡയറക്റ്റ്ലി അവരോട് ഇൻവോൾവ് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം, ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാം. അതേപോലെ നോൺ പാർട്ടിസിപ്പന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇപ്പം നമുക്ക് വേണ്ട ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരാളെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഒക്കെ ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ ക്യാമറ വെച്ചിട്ട് ത്രൂ റെക്കോർഡിങ് എന്ത് ചെയ്യണം, നമ്മൾ ഒരാളെ എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതാണ് നോൺ പാർട്ടിസിപ്പന്റിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒബ്സർവേഷനിൽ വരുന്നത്. അതായത് ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി നമുക്ക് ഒബ്സർവ് ചെയ്യാം, നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒബ്സർവ് ചെയ്യാം, ഷെഡ്യൂൾഡ് ആൻഡ് അൺഷെഡ്യൂൾഡ് ആയിട്ട് ഒബ്സർവ് ചെയ്യാം. അതേപോലെ പാർട്ടിസിപ്പന്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പന്റ് ആയിട്ടും എന്ത് ചെയ്യാം, നമുക്ക് ഒരാളുടെ ബിഹേവിയറിനെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒബ്സർവ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? നിങ്ങൾക്ക് അത് എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്താണ് ഇത്രയും ടൈപ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ജസ്റ്റ് എനിക്ക് അതിനെ കുറിച്ചിട്ട് ഒരു ലൈനിലൊക്കെ നമ്മള് ആ സംഭവം എന്താന്ന് എഴുതൂല, അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ. പിന്നെ ഇനി അടുത്തത് വരുന്നത് കേസ് സ്റ്റഡി മെത്തേഡ് അല്ലേ. കേസ് സ്റ്റഡി മെത്തേഡ് ഒരാൾ വായിച്ചു. Third one, case study method. In this method, the teacher may collect information on problems of maladjusted or deviant case. On the basis of a detailed study, the investigator can solve the problems faced by the individual. The clinical or case study takes into consideration the problems of socially maladjusted or emotionally imbalanced children. The complete information of the particular case is collected. So, case study method is also known as clinical method or case history method. ഓക്കെ. ഈ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താ അറിയോ, നമ്മളിപ്പോ ഒരു ഇൻഡിവിജ്വല് നമ്മുടെ മുന്നിൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു എന്താണ് ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ നമ്മൾ അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു, അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ പറയാം എന്താണ് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ അവരുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് നോക്കും. പിന്നെ അവരുടെ കൂടെ ആരാണ് വന്നിരിക്കുന്നത്, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താന്ന് നോക്കും. അവർക്കിപ്പോ പ്രസന്റ്ലി ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാന്ന് ചോദിച്ചിട്ട് അത് നോട്ട് ചെയ്യും. പിന്നെ എന്താണ് പാസ്റ്റിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ നമ്മള് ആ ഒരു പേഴ്സണിന്റെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ, ഒരു കേസ് എടുക്കുമ്പോൾ അവര് എന്താണ് അവരുടെ പ്രഗ്നൻസി പറ്റി, അതായത് അവരുടെ അമ്മ എന്താണ് പ്രഗ്നന്റ് ആയപ്പോൾ തൊട്ടിട്ടുള്ള ഓരോ ഡീറ്റെയിൽസ് തൊട്ടിട്ട്
അവരിപ്പോൾ പ്രസന്റ്ലി എന്താണെന്നുള്ളത് വരെ, അവരുടെ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി, അവരുടെ സോഷ്യൽ റിലേഷൻഷിപ്പ്, അവരുടെ എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി, അവരുടെ മാരിറ്റൽ ഹിസ്റ്ററി, അവരുടെ സെക്ഷൽ ഹിസ്റ്ററി, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, കേസ് സ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് എന്താണ്, ഇപ്പോൾ ഒരാള് ഒരു മാൽ അഡ്ജസ്റ്റഡ്, അതായത് ഒരു എന്താണ് പൊരുത്തക്കേടുകൾ കാണിക്കൂലേ, എന്താണ് ഡീവിയന്റ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു ബിഹേവിയർ കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അവർ കാണിച്ചിട്ടുള്ള ആ ഒരു ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എടുക്കാം. ഇപ്പോൾ പറഞ്ഞു അവരുടെ എന്താണ് ബയോളജിക്കൽ ഹിസ്റ്ററി ഒക്കെ എടുക്കും, അവരുടെ ജനറ്റിക് കാര്യങ്ങളൊക്കെ എടുക്കും. കാരണം അവരുടെ പാസ്റ്റ്, അതായത് പാരൻസ്, അവരുടെ ജനറേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കും. അവരുടെ ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കും നമ്മൾ. ഇവരുടെ അച്ഛൻ ഓക്കെ ആയിരുന്നു, അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, അമ്മ ഓക്കെ ആയിരുന്നോ, ഇവരുടെ എന്താണ് സിബ്ലിങ്സ് ഓക്കെ ആണോ, ഇങ്ങനത്തെ രീതിയിൽ അവരെ കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ എവിടെ എടുക്കും, നമ്മൾ ഈ കേസ് സ്റ്റഡിയിൽ എടുക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താണ് ഇതിലൂടെ, അതായത് ഈ പ്രോബ്ലംസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടുമ്പോൾ നമുക്ക് എന്താവും, ആസ് എ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ആസ് എ ടീച്ചർ ഇങ്ങക്കൊക്കെ എന്ത് മനസ്സിലാവും, ആ എന്താണ് കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിന്റെ പ്രോബ്ലം എന്തായിരുന്നു, അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാവും. അതായത് ഇപ്പോൾ എന്താണ് ഒരു മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ കാണിച്ചാൽ എന്താണ് അതൊരു ഡിസോർഡർ, ചിലപ്പോൾ ADHD പോലുള്ള ഡിസോർഡർ ആയിരിക്കാം, LD പോലുള്ള ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് എന്താവും, ഇങ്ങനത്തെ ഒരു പക്ക ഒരു റിസൾട്ടിക്ക് നമ്മൾ എത്തും അല്ലേ. അങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. അതായത് ആ കുട്ടി എന്താണ് കുട്ടിയുടെ ഉണ്ടാവുന്ന അഡ്ജസ്റ്റ്മെന്റിലുള്ള ബുദ്ധിമുട്ട്, ഇമോഷണലി ഉള്ള ബുദ്ധിമുട്ട്, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ നമ്മൾ അവിടെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ക്ലിനിക്കൽ മെത്തേഡ് എന്ന് അറിയപ്പെടുന്നു. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽസിൽ ക്ലിനിക്കലിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കേസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഒരു 2-3-4 പേജ് വരുന്ന ഒരു ഷീറ്റ് തന്നെ ഉണ്ട്. അതിൽ നമ്മൾ അവരുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ തൊട്ടിട്ട് അവരിപ്പോൾ എന്താണോ, അവർക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരു ബോധം ഉണ്ടോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോൾ ഇൻസൈറ്റ് ഉണ്ടോ നോക്കും, അവരിതിനെ കുറിച്ചിട്ട് ബോധവാന്മാരാണോ, അവർ അവെയർ ആണോ എന്നതിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് വരെ നോക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യും, കേസ് സ്റ്റഡി നടത്തും. അപ്പോൾ നമ്മളെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു ക്ലയന്റിനെ അല്ലെങ്കിൽ ഒരു പേഴ്സണിനെ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് അവരുടെ ഗ്രൂമിങ്, ഡ്രസ്സിങ്, അവർ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ, അവരുടെ ഒരു പേഴ്സണാലിറ്റി തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും, അവരുടെ തോട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവർ എന്താണ് നമ്മളിപ്പോ ഇത് പറയില്ല, മീൻസ് അവർക്ക് എന്തെങ്കിലും ഒബ്സഷൻ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കൂലേ. എന്തെങ്കിലും എന്താ നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണുന്നുണ്ടോ, കേൾക്കാത്ത കാര്യങ്ങൾ അവർക്ക് കേൾക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കൂലേ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് A to Z കാര്യങ്ങൾ, അതായത് പ്രഗ്നന്റ് ആയിരുന്ന ടൈമിൽ അമ്മക്ക് വല്ല എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്യും, കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കേസ് ഹിസ്റ്ററി നമ്മൾ അവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതൊരു ക്ലിനിക്കൽ മെത്തേഡ് ആണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്, ഇതിൽ നമ്മൾ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, അവരുടെ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി, എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി, മാരീഡ് ഹിസ്റ്ററി, അത് മാരീഡ് ആണെങ്കിൽ അത് കാര്യങ്ങൾ, സെക്ഷൽ ഹിസ്റ്ററി ഒക്കെ എടുക്കുന്നുണ്ട്. അതേപോലെ അവരുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ഇല്ലേ, അവർ ഇന്ന പ്രായത്തിൽ എന്താണ് അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അവർ കാണിക്കേണ്ടതായിട്ടുള്ള ഡെവലപ്മെന്റ്സ് കാണിച്ചിട്ടുണ്ടോ, എന്താണ് അവർക്ക് എന്തെങ്കിലും എന്താണ് ഡ്രഗ്സ് യൂസ് ഉണ്ടോ, അതൊക്കെ നോക്കും. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അവരിപ്പോൾ എടുക്കുന്ന മെഡിക്കേഷൻസ് കാര്യങ്ങൾ ഒക്കെ നോക്കും. അതാണ് നമ്മളെ കേസ് സ്റ്റഡി മെത്തേഡ് കേട്ടോ. ഇനി അടുത്തത് ആരെങ്കിലും വായിച്ചു. Survey method. So this method is also known as statistical method. This method includes various techniques such as test, interview, questionnaires, observation, and use of statistics. അതായത് ഡിഫറൻഷ്യൽ ഓ സർവേ മെത്തേഡ്, ഇവിടെ നമ്മൾ എന്താണ് മെയിൻ ആയിട്ട് നോക്കുന്നത്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നത് എന്ന് പറയുന്നത്. കാരണം എന്താണ്, നമ്മളിപ്പോൾ ഒരു സർവേ എടുക്കുകയാണ്. സർവേ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ A to Z ആൾക്കാരെയും നമുക്ക് പോയിട്ട്
സർവേ എടുക്കാൻ പറ്റുമോ? നമ്മൾ സർവേ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു സാമ്പിളിനായിട്ട് എടുക്കുക. നമുക്ക് ഏത് ഏരിയയിലാണോ സർവേ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സാമ്പിളിനായിരിക്കും ചിലപ്പോൾ നമ്മൾ എടുക്കുക. ഓക്കെ, ഇപ്പോൾ എന്താണ് ഇതിലാണോ ഇത് നമുക്ക് ഒരു സർവേ എങ്ങനെയൊക്കെ നടത്താം. ഇപ്പോൾ എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നമ്മളൊരു സർവേ നടത്തണം. ഇപ്പം നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, നമുക്ക് അവരെ പോയിട്ട് ഇന്റർവ്യൂ ചെയ്യാം. പക്ഷേ നമുക്ക് വേണ്ട എല്ലാ ആൾക്കാരെയും ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു സാമ്പിളിനെ മാത്രം എടുത്തിട്ടാണ് നമ്മൾ സർവേ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ബേസിലാണ് നമ്മൾ റിസൾട്ട് ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു സർവേയിൽ നമ്മൾ എടുക്കുന്ന സാമ്പിളിനെ നമ്മൾക്ക് എങ്ങനെയൊക്കെ സർവേ ചെയ്യാം, എങ്ങനെയൊക്കെ നമ്മൾക്ക് അവിടെ ഡീറ്റെയിൽസ് എടുക്കാം, നമുക്ക് അവരെ ഇന്റർവ്യൂ ചെയ്യാം, നമുക്ക് അവർക്ക് എന്താണ്, നമുക്ക് ഏത് ഏരിയയിലാണോ നമുക്ക് ഇൻഫോർമേഷൻസ് വേണ്ടത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ കൊടുക്കാം. അതേപോലെ അവർക്ക് അതിൻ്റെ ക്വസ്റ്റ്യനേഴ്സ് കൊടുക്കാം. അതായത് ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു പേപ്പറിലാക്കി കൊടുത്തിട്ട് നമുക്ക് അവർക്ക് കൊടുത്തിട്ട് അവരൊറ്റയ്ക്ക് ഇരുന്നിട്ട് അത് ചെയ്യും. അതേപോലെ ഈ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് തന്നെ എന്താണ്, രണ്ട് ടൈപ്പിലുണ്ട്. അതായത് ക്ലോസ്ഡ് എൻഡും ഉണ്ട്, ഓപ്പൺ എൻഡും ഉണ്ട്. ക്ലോസ്ഡ് എൻഡ് എന്ന് പറഞ്ഞാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പോലെ കൊടുക്കും. ഓപ്പൺ എൻഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എസ്സേ ടൈപ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളിൽ നിന്ന് ഇൻഫോർമേഷൻ, അതായത് ഇന്റർവ്യൂ ചെയ്യും, ടെസ്റ്റുകൾ കൊടുക്കും, അതേപോലെ ക്വസ്റ്റ്യനേഴ്സ് കൊടുക്കും. പിന്നെ അതേപോലെ പറഞ്ഞത് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആളുകളിൽ നിന്ന് അവര് എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, അവരുടെ ബിഹേവിയർ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ അതിനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ സർവേ ചെയ്ത ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ കണക്കെടുത്തിട്ട് നമ്മൾ അതിനൊരു റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒരു കണക്കെടുപ്പ് ഇവിടെ നടത്തുന്നുണ്ട്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റഡി ചെയ്തിട്ട് അതിന്റെ കുറേ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തുണ്ടാക്കും, മറ്റേ കോളം ബോക്സ് ഒക്കെ വരച്ചിട്ട് അങ്ങനെ കൊടുക്കും. കാരണം ഇവിടെ എന്താണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ, ഓരോരുത്തരും എന്താണ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും കാണും. അപ്പോൾ കുറേ ടെസ്റ്റുകളുണ്ട്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ടി ടെസ്റ്റ്, അനോവ, മനോവ പോലെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ കാൽക്കുലേഷൻസ് നടത്തുക. അപ്പോൾ ഇവിടെ പറയുന്നുണ്ടല്ലോ, അത് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്, സർവേയിൽ നോക്കുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു കാൽക്കുലേഷൻസ് നടത്തിയിട്ട് ഇതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നമ്മൾ ഈ സർവേയിലൂടെ. അതുകൊണ്ട് തന്നെ എന്തറിയപ്പെടുന്നു, ദിസ് മെത്തേഡ് ആൽസോ നോൺ ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്നും എന്തിനറിയപ്പെടുന്നുണ്ട്, സർവേനെ. അതെന്തുകൊണ്ടാണ്, നമ്മൾ കുറേ ടെസ്റ്റുകൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ, അതേപോലെ കാൽക്കുലേഷൻസ് യൂസ് ചെയ്തിട്ട് ഇതിനൊരു റിസൾട്ടിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്നും പറയുന്നുണ്ട് കേട്ടോ, സർവേ മെത്തേഡിനെ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ അല്ല? അതായത് നമ്മൾ സർവേ എന്ന് പറഞ്ഞത് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എടുക്കണം. ഒരുപാട് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സർവേ ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് സർവേ ചെയ്യണത്, അവർക്ക് ഒരുപാട് ടെസ്റ്റുകൾ കൊടുക്കുകയാണ്. അവരെ നമ്മൾ സെലക്ട് ചെയ്ത ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യാണ്. അതേപോലെ കുറെ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നിങ്ങളെയാണ് ഞാൻ സർവേ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനെടുത്ത സാമ്പിൾ നിങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു 100 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തരികയാണ്. അപ്പോൾ നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യും. അതെങ്ങനെയൊക്കെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അതിൽ കാണൂലേ. അപ്പോൾ ആ ഒരു എല്ലാ ടെസ്റ്റുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാൽക്കുലേറ്റ് ചെയ്തിട്ട് മറ്റേ കോളം ബോക്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇതിനൊരു കാൽക്കുലേഷൻ കൊടുത്തിട്ട് അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കും. ഇപ്പൊ നമ്മള് പോപ്പുലേഷൻ നോക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ടെസ്റ്റുകൾ വരുന്നില്ലേ, നമ്മളൊരു സർവേ നടത്തുന്നില്ലേ നമ്മളെ ആളുകളിലൊക്കെ.
അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതേപോലെ ഒരു കാൽക്കുലേഷൻ നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ആ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒരു സാമ്പിളിൽ, ഇപ്പൊ ഞാൻ എടുത്തൊരു സാമ്പിളിൽ തന്നെ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട്, എന്തൊക്കെ സിമിലാരിറ്റി, എന്ത് സാമ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ സർവേകൾ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ എന്ത് വെച്ചിട്ടേക്കാണ്, കുറെ ടെസ്റ്റുകൾ വെച്ചിട്ട്, കുറെ ബ്രെയിൻ ടെസ്റ്റ് വെച്ചു. ഇപ്പൊ എനിക്കുള്ള ഓരോരുത്തർക്കുള്ള ഇന്റലിജൻസ് എന്തായിരിക്കും, അതിൽ ഡിഫറെന്റ് ആയിരിക്കും. കുറെ ഇന്റർവ്യൂ നടത്തിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും, അതിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാവും. അതേപോലെ കുറെ ക്വസ്റ്റ്യനെയർ കൊടുത്തു, ആ ക്വസ്റ്റ്യനെയറിൽ എന്തുണ്ടാവും, അതിനൊരു സ്കോറിംഗ് മെത്തേഡ് ഉണ്ടാവും. ഇന്നത് പറഞ്ഞാല് എന്താണ്, ഇന്ന രീതിക്ക് അതിനെ റെസ്പോണ്ട് ചെയ്താൽ അതിന് ഇത്ര സ്കോർ അങ്ങനെ വെച്ചിട്ട് എന്താവും, നമുക്ക് അതിനൊരു സ്കോറിംഗ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കാൽക്കുലേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, മാത്തമാറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തില്, നമ്മൾ എടുക്കുന്ന ടെസ്റ്റുകളിലൊക്കെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്തമാറ്റിക്സ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു വൈഡായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഒരു സർവേയിൽ ഒരു റിസൾട്ടിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാൽക്കുലേഷൻസ് നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നു. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്. എക്സ്പെരിമെന്റൽ മെത്തേഡ് കേട്ടോ, അതാരെങ്കിലും വായിച്ചോ? Experimental method, which is the most scientific and objective method of studying behavior. Here, the emphasis is on experimentation. Experimentation is conducted through objective observation of actions performed under pre-arranged or controlled conditions. The key factor is the controlling of the conditions or variables. Mainly three variables are there: independent variable, dependent variable, and intervening variable. The variable whose affecting is being subjected to study is called independent variable. This response variable on which the effect is observed is called dependent variable. Intervening variable influence cause and effect relationship. അതായത് എക്സ്പെരിമെന്റൽ മെത്തേഡ് ഞാൻ പറഞ്ഞു കുറെ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നുണ്ട് നമ്മള്. അത് എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, കുറെ ടെസ്റ്റുകളായിട്ടും അതേപോലെ എന്താണ് അനിമൽസിലൊക്കെ കുറെ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ടെസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് നമ്മൾ നോക്കേണ്ട കുറച്ച് വേരിയബിൾസിന്റെ കാര്യങ്ങൾ അവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു, ഞാൻ എൻ്റെ PGക്ക് എൻ്റെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. അത് എന്താണ്, ഞാൻ എടുത്ത സാമ്പിൾ എന്ന് പറയുന്നത് കോളേജ് സ്റ്റുഡൻസ് ആണ്. ഞാൻ എടുത്ത സ്റ്റഡി എന്ന് പറയുന്നത് സ്റ്റഡി ഹാബിറ്റും കരിയർ ആസ്പിറേഷനും ആയിരുന്നു. അതായത് ഒരു സ്റ്റഡി ഹാബിറ്റ് ഉള്ള കുട്ടിക്ക്, നല്ലൊരു സ്റ്റഡി ഹാബിറ്റ് ഉള്ള കുട്ടിക്ക് എന്തുണ്ടാവും, എന്താണ് നല്ലൊരു കരിയർക്കുള്ള ഒരു ആസ്പിറേഷൻ, അതിനോടുള്ള ഒരു ആഗ്രഹം, അതൊക്കെ എന്തെങ്കിലും ഒരു എഫേർട്ട് ഇടാനുള്ള ഒരു ത്വര എന്ന് പറയില്ലേ, ആ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റഡി ഹാബിറ്റിന് ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ട്, കരിയർ ആസ്പിറേഷന് ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ട്. നമ്മളത് ചെയ്യാൻ പോകുന്നത് 200 കോളേജ് സ്റ്റുഡൻസിലാണ്. നമ്മൾ സർവേ പറഞ്ഞില്ലേ, നമ്മളൊരു സാമ്പിളിനെ എടുക്കണം. എല്ലാവരും നമുക്ക് എടുക്കാൻ പറ്റൂല, നമ്മളൊരു സാമ്പിളിനെ എടുത്തിട്ട് എന്താ ചെയ്യണം, അതിലൊരു എക്സ്പെരിമെന്റ് ചെയ്യണം. എന്താണ് ഇവിടെ പറഞ്ഞു, നമ്മള് ഇതെന്ന് പറയുന്നത് എന്താണ്, സയന്റിഫിക് ആൻഡ് ഒബ്ജക്റ്റീവ് മെത്തേഡ് ആണ്. ഒരു ബിഹേവിയറിനെ പഠിക്കാനുള്ള സയന്റിഫിക് ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ എക്സ്പെരിമെന്റ് എങ്ങനെ സിസ്റ്റമാറ്റിക്കലി, അതായത് മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഞാൻ ഇപ്പൊ എന്ത് ചെയ്ത്, അതില് സ്റ്റഡി ഹാബിറ്റിന്റെ കുറെ ക്വസ്റ്റ്യനെയർ ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റഡി ഹാബിറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ക്വസ്റ്റ്യനെയർ എടുത്തു.
അതേപോലെ കരിയർ എക്സ്പ്രഷന്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടും. എന്നിട്ട് ഇതിന് രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ കണ്ടീഷൻസ് കൊടുക്കും. അതായത് നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരിക്കണം, ഇന്ന ഏജ് ഇതിലുള്ളത് ആയിരിക്കണം, അതേപോലെ നിങ്ങൾ റൂറൽ ഏരിയയിലാണോ അർബൻ ഏരിയയിലാണോ എന്നുള്ള കാര്യങ്ങൾ കൊടുക്കണം. എന്താണ് അങ്ങനത്തെ കാര്യങ്ങൾ, നിങ്ങൾ ഏത് ഏജ് കാറ്റഗറിയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എന്താണ് ഈ ക്വസ്റ്റ്യനറിലുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഓരോന്നായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലെന്തുണ്ട്, ഇപ്പൊ സ്റ്റഡി ഹാബിറ്റ് ഞാൻ കൊടുത്തൊരു എന്താണ് ഒരു വേരിയബിൾ എന്തെയ്യുന്നു, സ്റ്റഡി ഹാബിറ്റ്. ഈ സ്റ്റഡി ഹാബിറ്റ് ഇതിൽ എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അതായത് ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ള സ്റ്റഡി ഹാബിറ്റ്. അപ്പോൾ ആ ഒരു സ്റ്റഡി ഹാബിറ്റിൽ ഉണ്ടാവുന്ന എഫക്റ്റും അതിലുണ്ടാവുന്ന ചേഞ്ചസും എന്താണ് ആ കുട്ടിനെ ഒരു കരിയർക്ക് എത്തിക്കുന്നത്. ഈ സ്റ്റഡി ഹാബിറ്റ് ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. ആ സ്റ്റഡി ഹാബിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ഈ കരിയർ ആസ്പിറേഷന്. കാരണം എന്താണ് സ്റ്റഡി ഹാബിറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസും കാര്യങ്ങളും എന്ത് ചെയ്യും, കരിയർക്കുള്ള ഒരു വേ ചിലപ്പോൾ എന്താവും ഡിഫിക്കൽട്ട് ആക്കും, അല്ലെങ്കിൽ എന്താ ഈസി ആക്കും. അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഇതിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഉണ്ട്, ഡിപ്പെൻഡന്റ് വേരിയബിളും ഉണ്ട്, ഇന്റർവീനിങ് വേരിയബിളും ഉണ്ട്. ഓക്കെ, അതായത് എന്താണ് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ക്വസ്റ്റ്യനെയർ കൊടുക്കുകയാണ്, ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ആ ഒരു സംഭവത്തിൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ട്, അതേപോലെ ഒരു ഇന്റർവീനിങ് വേരിയബിൾ ഉണ്ട്. ഇപ്പൊ ഞാൻ കൊടുത്ത ഒരു എക്സാമ്പിളില് സ്റ്റഡി ഹാബിറ്റ്, ആ സ്റ്റഡി ഹാബിറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾ ആക്കി എടുക്കാം. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ് സബ്ജക്റ്റ് ആണ് എന്ത് സ്റ്റഡി ഹാബിറ്റ് എന്ന് എടുക്കുക. അപ്പൊ അതെന്തായി, അത് ഇൻഡിപെൻഡന്റ് ആയി. അപ്പൊ ആ വേരിയബിളിൽ വരുന്ന എഫക്റ്റ്, ആ വേരിയബിളിൽ വരുന്ന എഫക്റ്റ് എന്തൊക്കെയാന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഉണ്ടാവുന്ന മറ്റ് വേരിയബിളിന് ഉണ്ടാവുന്ന ചേഞ്ച് ഉണ്ടാവില്ലേ. അതായത് ഇപ്പൊ സ്റ്റഡി ഹാബിറ്റിൽ ചേഞ്ചസ് വരുമ്പോൾ എന്തുണ്ടാവും, നല്ല ചേഞ്ചസ് വരുമ്പോൾ എന്തുണ്ടാവും, നല്ലൊരു കരിയർക്ക് എത്താനുള്ള കുട്ടിയുടെ ഒരു വേ സുഖാവും. അല്ലേ? അപ്പൊ എന്താണ് ഈ സ്റ്റഡി ഹാബിറ്റിൽ വരുന്ന ചേഞ്ചസ് എവിടെ എഫക്ട് ചെയ്യുന്നുണ്ട്, കരിയറിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താവും, സ്റ്റഡി ഹാബിറ്റ് ഇൻഡിപെൻഡന്റും ആ ഒരു സ്റ്റഡി ഹാബിറ്റ് കൊണ്ട് ഉണ്ടാവുന്ന എഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന ചേഞ്ചസ് ഇല്ലേ അത് ഡിപ്പെൻഡന്റും ആവും. സ്റ്റഡി ഹാബിറ്റിൽ ചേഞ്ച് ഉണ്ടാവുമ്പോൾ കരിയറിലും എന്തുണ്ടാവും, നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റഡി ഹാബിറ്റ് ഇൻഡിപെൻഡന്റ് ആണ്. കരിയർ എങ്ങനെ ഡിപ്പെൻഡന്റ് ആയത്, ഈ സ്റ്റഡിയിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ കരിയറിലും എന്തുണ്ടാവും, നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ കരിയർ അവിടെ ഡിപ്പെൻഡന്റ് ആയി. അതേപോലെ എന്താണ് ഇന്റർവീനിങ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു. ഇന്റർവീനിങ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിനെ രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ, അതായത് ഇപ്പൊ ഈ കുട്ടി പഠിക്കുന്ന ടൈം, നല്ല ടൈം എടുത്ത് പഠിക്കും, നല്ല ഹാർഡ് വർക്ക് ചെയ്യും, അങ്ങനത്തെ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു കാരണം കൊണ്ട് ഈ ഒരു രണ്ട് സംഭവം അവിടെ കണക്റ്റഡ് ആവും. അല്ലേ? അപ്പൊ കുട്ടി നല്ല ടൈം എടുത്ത് എഫേർട്ട് എടുത്ത് പഠിക്കുന്ന കുട്ടിയാവുമ്പോൾ സ്റ്റഡി ഹാബിറ്റ് ഇമ്പ്രൂവ് ആവും, ഇവിടെ കരിയറും ഇമ്പ്രൂവ് ആവും. ആ ഒരു രണ്ടെണ്ണത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, ആ കുട്ടി അവിടുത്തെ ഒരു എഫേർട്ട്, ആ കുട്ടി അവിടെ എക്സ്ട്രാ കൊടുത്ത ഒരു എഫേർട്ടും ഹാർഡ് വർക്കും. ഈ സംഭവം അതായത് അവിടെ ആ ഒരു നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായൊരു സംഭവം അല്ലേ. അതായത് ആ കുട്ടി ഒന്നും കൂടി എഫേർട്ട് ഇട്ട് പഠിച്ചു, ആ സംഭവം ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്നത് അതാണ് ഇന്റർവീനിങ് ഫാക്ടർ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതെന്താന്ന്? ഒരു എക്സ്പെരിമെന്റില് ഒരു ടോപ്പിക് എടുക്കും, മീൻസ് നമ്മൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സാമ്പിൾ ഉണ്ടല്ലോ, അവർക്ക് ഒരു ടോപ്പിക് കൊടുക്കും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റഡി ഹാബിറ്റ് ആൻഡ് കരിയർ എക്സ്പ്രഷൻ. ഈ രണ്ടിലും സ്റ്റഡി ഹാബിറ്റ് ഇവിടെ ഇൻഡിപെൻഡന്റ് ആവുമ്പോൾ എന്തുണ്ടാവും, സ്റ്റഡി ഹാബിറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കൊണ്ട് കരിയറിൽ എന്തുണ്ടാവും, ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ സ്റ്റഡി ഹാബിറ്റ് ഇവിടെ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുമ്പോൾ അതിൽ വരുന്ന ചേഞ്ചസ് എന്ത് ചെയ്യും, മറ്റേ ഫാക്ടറിനെ അഫക്ട് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും, അത് ഡിപ്പെൻഡന്റ് ആവും. ഇതിൽ വരുന്ന ചേഞ്ചസ് ആണ് എന്താണ് മറ്റേതിൽ എന്തുണ്ടാക്കുന്നത്, എഫക്ട് ഉണ്ടാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് മിസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു പഠന രീതി. അതായത് നമ്മളിപ്പോ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുകയാണ്, എന്താണ് ആ ഒരു സബ്ജക്റ്റ് അവിടെ ഇൻഡിപെൻഡന്റ് ആണ്. ആ ഒരു സബ്ജക്റ്റില് നല്ല ഇമ്പ്രൂവ്, ഇപ്പൊ സ്റ്റഡി ഹാബിറ്റിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും, നല്ലൊരു കരിയർ ഉണ്ടാവും.
അപ്പൊ ഈ കരിയർ എന്താണ്? ഈ സ്റ്റഡി ഹാബിറ്റിനെ ഡിപ്പെൻഡഡ് ആണ്. ഈ സ്റ്റഡി ഹാബിറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്താണ്? ഇവിടെ ഒരു ചേഞ്ചസ് ഉണ്ടാക്കും. സ്റ്റഡി ഹാബിറ്റ് ഇവിടെ കുറഞ്ഞാൽ ഇവിടെയും കുറയും, ഇവിടെ കൂടിയാൽ അത് ഇവിടെയും കൂടും. അതായത് നല്ലൊരു സ്റ്റഡി ഹാബിറ്റ് ഉണ്ടാകുമ്പോൾ നല്ലൊരു കരിയർ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഇവിടെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ഫാക്ടറിൽ ഉണ്ടാവുന്ന ചേഞ്ച് മറ്റേ ഫാക്ടറിനെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഫാക്ടർ എന്താണ്? ഡിപ്പെൻഡഡ് ആണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ എന്താണ് മറ്റൊരു ഇപ്പൊ രണ്ടാൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? ഇവര് ഇവളോട് ഭയങ്കര ഡിപ്പെൻഡഡ് ആണ്. കാരണം ഇവളെന്താണ്? ഇവളുടെ മൂഡ് മാറിയാൽ ഇവരുടെ മൂഡും മാറും. മീൻസ് എന്താണ്? ഇപ്പൊ ഇവള് ദേഷ്യപ്പെട്ടു പോയാല് അന്ന് ഫുള്ള് ഇവരുടെ ഇതും എന്തായിരിക്കും? അങ്ങനെ ആയിരിക്കും. ആ മൂഡേ മാറും. മീൻസ് ഇവരിൽ ഉണ്ടാവുന്ന ചേഞ്ച് മറ്റേ ആളിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ദേഷ്യപ്പെട്ടു പോയി അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു വഴക്കൊക്കെ ഉണ്ടായിട്ട് പോയാല് ആ ഒരു വ്യക്തിനെ മാത്രല്ല, ആ വ്യക്തിയുടെ മെന്റൽ സ്റ്റേറ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ചേഞ്ച് എന്തുണ്ടാകും? ഇപ്പുറത്തെ വ്യക്തിനെയും കൂടി എഫക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്താണ്? ഈ വ്യക്തിനോട് ഡിപ്പെൻഡഡ് ആണ്. ഇവര് അവരുടെ കാര്യങ്ങളായിട്ട് അവരുടെ വരുന്ന ചേഞ്ചസും കാര്യങ്ങളായിട്ട് അങ്ങനെ ഒറ്റക്ക് പോകുമ്പോ ഈ വ്യക്തി എന്താണ്? ഇവരുടെ കാര്യങ്ങളും കൂടെ ആലോചിച്ചിട്ട് അതിനോട് ഡിപ്പെൻഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതിനോട് ഡിപ്പെൻഡ് ആയിട്ടാണ് എന്താണ്? അവരുടെ മൂഡും കൂടെ നിൽക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ഡിപ്പെൻഡഡ് ആണെന്ന് പറയില്ലേ? ഒരാളിൽ ഉണ്ടാവുന്ന ചേഞ്ച് മറ്റൊരാളിലും ഒരു ചേഞ്ച് ഉണ്ടാക്കാം. അപ്പൊ എന്താണ്? ഈ ഒരാള് ഇതിനോട് ഡിപ്പെൻഡഡ് ആണെന്ന്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത് സംഭവം എന്ന്? അതായത് നമ്മളിപ്പോ ഒരു സംഭവത്തിനെ കുറിച്ച് പഠിക്കുക. അതായത് ഇപ്പൊ നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ഐഡിയ, ഒരു ടോപ്പിക്, അതായത് എന്ത് ചെയ്യാ? ഒരു സ്റ്റഡി ഹാബിറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം, അതുകൊണ്ട് ഉണ്ടാകുന്ന എന്ത്? കരിയർ. നല്ലൊരു സ്റ്റഡി ഹാബിറ്റ് ഉള്ള ഒരാൾക്ക് നല്ലൊരു കരിയർക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ കൊടുത്തത്. അതിലാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റഡി ഹാബിറ്റ് ഇംപ്രൂവ് ആയാൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കരിയറും ഇംപ്രൂവ് ആവുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? സ്റ്റഡി ഹാബിറ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. അയാൾക്കൊരു മാറ്റമില്ല. അയാളെ നമ്മൾ പഠിക്കാൻ പോവാണ്. അയാളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റഡി ഹാബിറ്റിൽ ചേഞ്ച് ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവുകയാണ്? കരിയറിൽ ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ കരിയർ എന്താണ്? സ്റ്റഡി ഹാബിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്നുള്ളത്. മനസ്സിലായോ? 3 വേരിയബിൾ ആണ് നമ്മൾ പറഞ്ഞത്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഇന്റർവീനിങ് വേരിയബിൾ. അതില് എന്താണ്? ഒരു വേരിയബിളിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുകയാണ്. അതെന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ അതിൽ വായിച്ചില്ലേ? ഇപ്പൊ the variable whose effect is being subjected to study. അതായത് നമ്മളൊരു സബ്ജക്റ്റ് ആക്കി എടുത്ത് പഠിക്കുന്ന ഒരു വേരിയബിൾ ഇല്ലേ, അതെന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ആ വേരിയബിളിൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ അതിന്റെ കൂടെയുള്ള വേരിയബിളിലും എന്ത് വരികയാണ്? ചേഞ്ച് വരികയാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്? ആ വേരിയബിൾ മറ്റേ വേരിയബിളിനോട് ഡിപ്പെൻഡഡ് ആണ്. അതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. അതായത് ആദ്യമുള്ള വേരിയബിളിൽ ചേഞ്ച് വരുമ്പോൾ രണ്ടാമത്തെ വേരിയബിളിനും ചേഞ്ച് വരികയാണ്. അപ്പൊ എന്തുണ്ടാവും? അതവിടെ ഡിപ്പെൻഡഡ് ആണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ എന്താണ്? പിന്നെ ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവില്ലേ? അതായത് ഇന്നൊരു കാര്യം ഉണ്ടായാല് ഇതിലൊരു പ്രശ്നം ഉണ്ടാവും. അതായത് കോസ് ആൻഡ് എഫക്ട് എന്ന് പറയും. അതായത് ഒരു കാര്യം ഉണ്ടാവുകയാണ്, അതുകൊണ്ട് ഒരു എഫക്ട് ഉണ്ടാവുകയാണ്. ഇപ്പൊ ഒരു കുട്ടി നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ടൈം എഫേർട്ട് ഇട്ടു, നല്ല ഹാർഡ് വർക്ക് ചെയ്തു. അതെന്ത് ചെയ്യാണ്? ഈ സ്റ്റഡി ഹാബിറ്റിനെയും ഈ ഒരു കരിയറിനെയും തമ്മിൽ എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്യാണ്. ആ ഒരു സംഭവം അല്ലേ? അതായത് ഇതിനെ രണ്ടിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവില്ലേ? ഒരു എക്സ്ട്രാ ടൈം കൊടുത്തു, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തു. ഇതൊക്കെ എന്തൊക്കെയാണ്? ഈ സ്റ്റഡി ഹാബിറ്റിനെയും കരിയറിനെയും കണക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവണം? അവിടെ ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. ആ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ ഇന്റർവീനിങ് ഫാക്ടർ എന്ന് പറയാം. അതായത് ഈ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു കുട്ടി അവിടെ എഫേർട്ട് ഇടുന്നില്ല, അപ്പൊ എന്തുണ്ടായി? സ്റ്റഡി ഹാബിറ്റും കുറഞ്ഞു, കരിയർക്കുള്ള ഒരു വേയും കുറഞ്ഞു. ഇങ്ങനെ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ് ഇന്റർവീനിങ് ഫാക്ടർ. മനസ്സിലായോ?
മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് എന്ത് സംഭവം മനസ്സിലായോ? അതായത് ഒരു എക്സ്പെരിമെന്റ് നടത്തണം, ഒരു സ്റ്റഡി നടത്തണം. നമ്മള് ഇപ്പൊ ഒരു ടോപ്പിക് എടുത്തിട്ട് ഒരു സ്റ്റഡി നടത്തണം. ആ ടോപ്പിക്കിൽ എന്തുണ്ടാവും? ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇതെന്താ സംഭവം എന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സ്പെരിമെന്റ് വേയിൽ നിങ്ങൾ മനസ്സിലാക്കണ്ട. അതിലെന്തുണ്ട്? ഒരു എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ എന്തുണ്ട്? ടോപ്പിക്കുകൾ ഉണ്ടാവും അല്ലെ? 2-3 ടോപ്പിക്കുകൾ ഉണ്ടാവും. അത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു സാമ്പിൾ ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കോളേജ് സ്റ്റുഡന്റിലാണ് കണ്ടക്ട് ചെയ്തത്. നമ്മൾ എടുത്ത സാമ്പിളാണ്. നമ്മൾ എല്ലാ കോളേജ് സ്റ്റുഡന്റിലും നടത്തിയെന്നല്ല പറഞ്ഞത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 3 വേരിയബിള് ഓരോ എക്സ്പെരിമെന്റിലും ഉണ്ടാവും. അത് എന്തൊക്കെയാണ്? ഒന്ന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ആ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ എന്ത് സബ്ജക്റ്റ് ആണോ എടുത്ത് പഠിക്കുന്നത് അത് ഇൻഡിപെൻഡന്റ്. ഡിപ്പെൻഡന്റ് എന്താണ്? നമ്മൾ എടുത്ത് പഠിച്ച ഒരു ഫാക്ടർ കൊണ്ട് വേറെ ഏതെങ്കിലും ഏരിയയിൽ ഒരു ചേഞ്ചോ ഒരു എഫക്റ്റോ ഉണ്ടായിക്കണിച്ചാൽ ആ ഫാക്ടറിനെ പറയുന്ന പേരാണ് എന്ത്? ഡിപ്പെൻഡന്റ്. അതായത് ഒരു സംഭവത്തിൽ ഉണ്ടായ ചേഞ്ച് എന്ത് ചെയ്തു? മറ്റേതിനെ ബാധിച്ചു. അപ്പൊ എന്തായി? അത് ഡിപ്പെൻഡഡ് ആയി. അതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. പിന്നെ ഇന്റർവീനിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിനെയും ഡിപ്പെൻഡന്റ് വേരിയബിളിനെയും തമ്മിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർവീനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇത് മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോ. മനസ്സിലായോ സംഭവം എന്താണ്? റെസ്പോണ്ട് ചെയ്തോ? എങ്ങനെയാ തോന്നിച്ച അതേപോലെ പറഞ്ഞോ. അതായത് ഹലോ മിസ്സേ, ഞങ്ങൾക്ക് ഇതിന് മുന്നേ മിസ് എടുത്തന്നത് എങ്ങനെയാ വെച്ചാല് ഓരോ പാരഗ്രാഫിന്റെ ഫുള്ളായിട്ടുള്ള കണ്ടന്റ് പറയാതെ എങ്ങനെ ഓരോ വരി വായിച്ചിട്ട് അതിലെന്താ പറയണേ അങ്ങനെ. അപ്പൊ ഞാൻ ആ മിസ് എടുത്തതും മിസ് പറയണു നോക്കുമ്പോൾ അത് വേറെ ഇത് വേറെ ആയി തോന്നുന്നുണ്ട്. അതായത് മീൻസ് ഫുള്ള് ലൈന് വായിച്ച് മീനിങ് മാത്രം പറഞ്ഞു എന്നാ? അതല്ല, അത് മിസ് എന്താന്ന് വെച്ചാലേ ആ മിസ് ഞങ്ങൾക്ക് എടുക്കുമ്പോ ഞങ്ങൾക്ക് ഇതിന്റെ മീനിങ് മാത്രമേ പറഞ്ഞു തന്നിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ മിസ് എടുക്കുമ്പോ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. പക്ഷെ ഇങ്ങനെ എടുത്തു പോയാൽ മതി. ഇത് ഓക്കെയാണ്, കുഴപ്പമില്ല. എന്താന്ന് മനസ്സിലാവേണ്ടത്? കൺഫ്യൂഷനാണ്. ഞാൻ ഒരു പ്രൊജക്ട് കഴിയുന്ന വേരിയബിള് ഞാൻ വൈബൊക്കെ വരെ അന്തമിട്ടിരുന്ന സംഭവമാണിത്. നമുക്കൊരു നമ്മള് പഠിക്കാൻ ശരിയല്ലേ? ഇതിൽ കുറെ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മാത്തമാറ്റിക്കലി ഉള്ള കാര്യങ്ങൾ വരികയാണ് ഇതില്. അതാണ് പ്രൊജക്ട് ചെയ്യുന്ന ടൈമില് നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്യണം. ഇതിന്റെ എന്താണ് പെയറിംഗ് ടെസ്റ്റ്, അങ്ങനെ കുറേ ടെസ്റ്റുകൾ ഉണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് റിസൾട്ട് എത്താൻ. അപ്പൊ ഹലോ ആരാണ് മൈക്ക് ഓണ്? എന്താണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് എന്താ വെച്ചാല് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതാ ഡിപെൻഡന്റ് വേരിയബിൾ ഏതാ. ഇത് ആക്ച്വലി നമ്മളൊരു പ്രൊജക്ട് ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ. ഞാനൊക്കെ അന്തം വിട്ട് നിന്ന ഒരു ഏരിയ ആയിരുന്നു. കാരണം എനിക്ക് ആ ടൈമിൽ പ്രഗ്നൻസി, അതിന്റെ ബുദ്ധിമുട്ട്, ഇതിന്റെ പ്രൊജക്ട് ചെയ്തത് വേറെ എൻ്റെ ഒരു ഫ്രണ്ട് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ പ്രൊജക്ട് ഒക്കെ ചെയ്തത്. അപ്പൊ എനിക്ക് ടി ടെസ്റ്റും എനോയും ഒക്കെ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ ഇതില് എന്താണ് പിന്നെ എന്റെ സേർ ഹെൽപ്പ് ആക്കിയിട്ടാണ് ഇതിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതാ ഡിപെൻഡന്റ് വേരിയബിൾ ഏതാന്നൊക്കെ പറഞ്ഞത്. കാരണം നമുക്ക് പെട്ടെന്ന് കത്തൂല. ഇപ്പൊ നിങ്ങൾ ഇതിൽ ഇത്ര കാര്യം മനസ്സിലാക്കിയാൽ മതി. ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും?
നമ്മൾ 2-3 ടോപ്പിക്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യും അല്ലെ. 2-3 ടോപ്പിക്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ അതിൽ എന്താണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ടാവും. മെയിൻ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക് അതെന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അതായത് എന്താണ്, അതിലൊരു ചേഞ്ചസും ഉണ്ടാവൂല. അത് നമ്മൾ എന്താണ് ഡയറക്റ്റ് അതിന്റെ അതെങ്ങനെയാണോ വരുന്നത് അതേപോലെ എടുക്കാം. ഇവിടെ പറഞ്ഞു അത് ഏതാണ്, സബ്ജക്ട് ടു സ്റ്റഡി, ബീയിങ് സബ്ജക്റ്റഡ് ടു സ്റ്റഡി. നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് എന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യൂല, ഒരു ചേഞ്ചും കൊണ്ടുവരില്ല, ഒരു ചേഞ്ചും അതിലുണ്ടാവൂല. അത് അതിലുണ്ടാവുന്ന ചേഞ്ച് കാരണം ആ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ എന്തുണ്ടാവാണ്, കുറേ നമ്മൾ ഇങ്ങനെ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ വരും, കുറേ ഫാക്ടേഴ്സ് വരും. ആ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ കൊണ്ട് ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തിനെ ബാധിക്കാം, അതിന്റെ കൂടെയുള്ള വേരിയബിളിനെ ബാധിക്കാം. അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞു സ്റ്റഡി ഹാബിറ്റ് കുറേ ഉണ്ടാവും. ആ ഒരു സ്റ്റഡി ഹാബിറ്റിൽ വരുന്ന ചേഞ്ച് എന്ത് ചെയ്യും, നമ്മുടെ കരിയർ എന്ന് പറയുന്ന സാധനത്തിനെ എഫക്ട് ചെയ്യും. അപ്പൊ ഇവിടെ കരിയർ എന്തായി, ഡിപ്പെൻഡഡ് ആയി. സ്റ്റഡി ഹാബിറ്റിനോട് കരിയർ ഡിപ്പെൻഡഡ് ആയി. അപ്പൊ എന്തുണ്ടായിരിക്കുന്നത്, നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് കൊണ്ട് വേറെ ഏതെങ്കിലും വേരിയബിൾ ചേഞ്ച് ആയോ, ആ ചേഞ്ച് ആയതാണ് എന്ത്, ഡിപ്പെൻഡഡ്. കാരണം വേറെ ആരോ കാരണം ഇവിടെ ഒരു കോൺസെപ്റ്റ് ചേഞ്ച് ആയിട്ടാണ്. അപ്പൊ ആ ചേഞ്ച് ആയ സാധനം ഡിപ്പെൻഡഡ് ആണ്. നമ്മൾ പഠിച്ച സാധനം എന്താണ്, ഇൻഡിപെൻഡന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നയോ? കേൾക്കുന്നില്ല എന്നാണോ പറഞ്ഞത്? അതായത് നമ്മൾ പഠിച്ച സാധനം, നമ്മൾ പഠിച്ച ടോപ്പിക് എന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ആ നമ്മൾ പഠിച്ച വേരിയബിളിൽ ചേഞ്ചസ് വരുമ്പോ എന്തുണ്ടാവും, വേറൊരു വേരിയബിളും അവിടെ ചേഞ്ച് ആവും. അപ്പൊ എന്താവും, ആ ചേഞ്ച് ആയ വേരിയബിൾ എന്താവും, ഡിപ്പെൻഡഡ് ആവും. നമ്മൾ പഠിച്ച സബ്ജക്റ്റ് കൊണ്ട് ചേഞ്ച് ആയ മറ്റേ വേരിയബിൾ എന്താവും, ഡിപ്പെൻഡഡ് ആവും. ഓക്കെ, ഇതിനെ രണ്ടിനെ കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവും. വോയിസ് ബ്രേക്ക് ആവേ. അതായത് എന്താണ്, നമ്മളൊരു സബ്ജക്റ്റിനെ എടുത്ത് പഠിച്ചു, ആ സബ്ജക്റ്റ് എന്താണ്, ഇൻഡിപെൻഡന്റ് ആണ്. നമ്മൾ ആ സബ്ജക്റ്റിനെ ഒറ്റയ്ക്ക് പഠിക്കും. എന്ത് സബ്ജക്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്, ഒന്നുകൂടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരോ? അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യാണ്, നമ്മളൊരു എക്സ്പെരിമെന്റ് നടത്തുകയാണ്. അപ്പോൾ എന്താണ്, നമ്മൾ മെയിൻ ആയിട്ട് ഒരു ടോപ്പിക് സെലക്ട് ചെയ്യൂലേ, ആ ടോപ്പിക്കിനെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. അവിടെ നമുക്ക് ആ ടോപ്പിക്കിന്റെ ചേഞ്ച് ആണ് പഠിക്കേണ്ടത്. അപ്പൊ അതെന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. നമ്മൾ ഒറ്റയ്ക്ക് സെലക്ട് ചെയ്ത ഒരു വേരിയബിൾ, അവിടെ നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് മാത്രമേ ഫോക്കസ് ചെയ്യൂ. അതുകൊണ്ട് ഉണ്ടാകുന്ന ചേഞ്ചും കാര്യങ്ങളും ഒന്നും നോക്കൂല. അപ്പൊ ആ ഇൻഡിപെൻഡന്റ് ടോപ്പിക്, ആ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വേരിയബിൾ കൊണ്ട് വേറെ വേരിയബിളിന് ഒരു ചേഞ്ച് വരികയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ പഠിക്കുന്ന ടോപ്പിക് സ്റ്റഡി ഹാബിറ്റ് ആൻഡ് കരിയർ ആസ്പിറേഷൻ ആണ്. അപ്പൊ എന്ത്, ആ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതിക്കോ, കരിയർ ഹാബിറ്റ് ആൻഡ് കരിയർ ആസ്പിറേഷൻ. അപ്പോൾ ഈ സ്റ്റഡി ഹാബിറ്റ് എന്താണ്, നമ്മൾ പഠിച്ചു. സ്റ്റഡി ഹാബിറ്റിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കൊടുത്തിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന്റെ സ്കോറിംഗ് ഒക്കെ നടത്തി. അപ്പോൾ ഈ സ്റ്റഡി ഹാബിറ്റ് കൊണ്ട് എന്ത്, വേറൊരു വേരിയബിളിന് പ്രശ്നം ഉണ്ടാവുകയാണ്. അതായത് ഈ സ്റ്റഡി ഹാബിറ്റ് കൂടുമ്പോൾ എന്തുണ്ടാവും, നല്ലൊരു കരിയർ ഉണ്ടാവും, അതിനുള്ള ചാൻസ് കൂടുതലല്ലേ, നല്ലൊരു കരിയർക്ക് എത്താനുള്ള ചാൻസ് കൂടുതലല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിച്ച സബ്ജക്റ്റ് കൊണ്ട് വേറൊരു സബ്ജക്റ്റ് ചേഞ്ച് ആവുകയാണെങ്കിൽ എന്താവും, നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് ഇൻഡിപെൻഡന്റ് ആവും, പഠിക്കാത്ത സബ്ജക്റ്റ് ഡിപ്പെൻഡഡും ആവും. മനസ്സിലായോ? അതായത് പഠിക്കാത്ത സബ്ജക്റ്റ് ഇല്ല, ഈ ഒരു പഠിച്ച സബ്ജക്റ്റ് കൊണ്ട് വന്ന ചേഞ്ച് എഫക്ട് ചെയ്യുന്ന ഒരു വേരിയബിൾ ഉണ്ടാവൂലേ, അത് ഡിപ്പെൻഡഡ് ആവും. മനസ്സിലാവുണ്ടോ? മനസ്സിലായോ? നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് ഇൻഡിപെൻഡന്റും നമ്മൾ ആ പഠിച്ച സബ്ജക്റ്റ് കൊണ്ട് വേറൊരു സബ്ജക്റ്റിന് എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അത് ഡിപ്പെൻഡഡും. ഇതിനെ രണ്ടിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, ഇന്റർവീനിങ്. അതായത് ഒരു കുട്ടി നല്ലൊരു എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു, അപ്പൊ അയാൾക്ക് എന്താവും, നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ കൂടുതലാണ് അല്ലേ.
അതാണ് ഇന്റർവീനിങ് ഫാക്ടർ, അതായത് രണ്ടിനെയും തമ്മിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന ഫാക്ടർ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്താണ് ഇതിനെ കുറിച്ചിട്ട് ഇനി വായിക്കുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചാൽ പറയാം, ഗ്രൂപ്പിൽ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ പറഞ്ഞിട്ട്. ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ എന്താണ് കുറച്ച് ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ അതിൽ ഒരു വേരിയബിൾ, നമ്മൾ പഠിക്കുന്ന വേരിയബിൾ ഇൻഡിപെൻഡന്റ് ആണ്. ആ പഠിക്കുന്ന വേരിയബിൾ കാരണം മറ്റു വേരിയബിളിന് ചേഞ്ച് വരുമ്പോൾ അതെന്താവും, ഡിപ്പെൻഡഡ് ആവും. ഇതിനെ രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വേരിയബിൾ എന്താവും, ഇന്റർവീനിങ് ആവും. ഓക്കെ, ഇത്ര ഉള്ളൂ അതിൽ പഠിക്കണം. നിങ്ങൾ ഈ 3 സാധനം ഉണ്ട് എന്ന് പഠിച്ചു വെച്ചാൽ മതിയല്. ഇനി അടുത്തത് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഒരാൾ വായിച്ചു. അതായത് ടൂൾസ് ആൻഡ് ടെക്നിക്സിൽ എന്താ പറയുന്നത്, the investigation becomes a big success when the suitable techniques and tools are selected by the investigator. Tools are used to systematically record information. അതായത് ഞാൻ പറഞ്ഞു, നമ്മൾ കുറേ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്, നമ്മൾ കുറേ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ എന്തുവാണ്, നമുക്ക് ടൂൾസ് വേണം. ഇപ്പോൾ എന്താണ്, നമ്മുടെ ലാബിൽ തന്നെ ഒരുപാട് ടൂൾസ് ഉണ്ട്. അതായത് നമ്മുടെ പേഴ്സണാലിറ്റി പോയിട്ടുള്ള, അതേപോലെ ഇന്റലിജൻസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മെഷർ ചെയ്യുന്ന ടെസ്റ്റുകൾ ഉണ്ട്. ക്വസ്റ്റനേഴ്സ് ഉണ്ട്. എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ട്, അതായത് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമ്മളെ അറ്റൻഷൻ പോലുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ട്. നമ്മുടെ സൈക്കോളജി ലാബിലൊക്കെ ഉണ്ട്. സ്പാൻ ഓഫ് അറ്റൻഷൻ മെറ്റ് ചെയ്യുന്ന ടെക്റ്റോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ മെറ്റീരിയൽസ് ഉണ്ട്. നമ്മളെ ഡെപ്ത് പെർസെപ്ഷൻ മനസ്സിലാക്കുന്ന മെറ്റീരിയൽസ് ഉണ്ട്. ഇതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് വേണം, ഇതിന്റെയൊക്കെ യൂസ് എങ്ങനെയാണ്, ഇതിന് ഏത് ടെസ്റ്റിന് ഏതൊക്കെ യൂസ് ചെയ്യണം എന്താണ് എന്നതിനെ കുറിച്ചിട്ട് ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്ക്, അതായത് നമുക്ക് എന്ത് വേണം, ഒരു ഐഡിയ വേണം. ഒരു ടൂള് എങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ ടെക്നിക്കൊക്കെ എങ്ങനെയാണ്, അത് ഉപയോഗിക്കേണ്ട ടെക്നിക്ക് എങ്ങനെയാണ്, അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുള്ളൂ അല്ലേ. അതേപോലെ അതിനെ സിസ്റ്റമാറ്റിക്കലി എങ്ങനെ യൂസ് ചെയ്യാം, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫോർമേഷൻസ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വേരിയബിളിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ട് എന്താണ്, മറ്റുള്ളവരുടെ ഒരു പെരുമാറ്റ രീതികളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാന്നാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയായിരുന്നു, ഇൻട്രോസ്പെക്ഷൻ, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, എക്സ്പെരിമെന്റൽ മെത്തേഡ്, സർവേ മെത്തേഡ്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ലുക്കിംഗ് ഇൻവേർഡ്, ലുക്കിംഗ് അവർ സെൽഫ് ആണത്. നമ്മുടെ സെൽഫ് ഒബ്സർവേഷൻ ആണ് ഇൻട്രോസ്പെക്ഷൻ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലുക്കിംഗ് ഔട്ട്സൈഡ് ആണ് അല്ലേ. മറ്റുള്ളവരുടെ ബിഹേവിയർ മനസ്സിലാക്കാം. അതിൽ തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഒബ്സർവേഷനിൽ ഇൻഡയറക്റ്റ് ഉണ്ട്, ഡയറക്റ്റ് ഉണ്ട്, പാർട്ടിസിപ്പന്റ് ഉണ്ട്, നോൺ പാർട്ടിസിപ്പന്റ് ഉണ്ട്, ഷെഡ്യൂൾഡ് ഉണ്ട്, എന്താണ് അൺഷെഡ്യൂൾഡ് ഉണ്ട്, നാച്ചുറൽ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഉണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ള കേസ് സ്റ്റഡിയിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഒരാളുടെ കേസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ നമ്മൾ എടുക്കും. കാരണം എന്താണ്, ആളുടെ ഫേസ് ചെയ്യുന്ന ആ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അയാളുടെ സോഷ്യലി ഉള്ള കാര്യങ്ങളും ഇമോഷണലി ഉള്ള കാര്യങ്ങളും അതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് കേസ് ഹിസ്റ്ററി, അതായത് അയാളുടെ ബർത്ത് ടു അയാൾ ഇപ്പോൾ പ്രസന്റ്ലി എന്ത് ബുദ്ധിമുട്ടിലാണോ നിൽക്കുന്നത് അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് പറയുന്നുണ്ട്, ഇതൊരു ക്ലിനിക്കൽ മെത്തേഡ് ആണെന്നും കൂടെ നമ്മൾ ഈ ഒരു കേസ് സ്റ്റഡീനെ പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞത് സർവേ മെത്തേഡാണ്. സർവേ മെത്തേഡിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്നും പറയും. അത് എന്തുകൊണ്ടാ,
ഇവിടെ നമ്മൾ മാത്തമാറ്റിക്കലി എന്താണ് ഇതിന്റെ കാൽക്കുലേഷൻസ് നടത്തിയിട്ട് ഇതിനെ മറ്റേ ഗ്രാഫും മറ്റേ കോളം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു റിസൾട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതായത് ഒരു മാത്തമാറ്റിക്കൽ യൂസ് നമ്മൾ ഇവിടെ നടത്തുന്നുണ്ട്. നമ്മൾ എടുത്ത ഇൻഫോർമേഷന് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുണ്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അതായത് മാത്തമാറ്റിക്കൽ ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഈ ഒരു സർവേ മെത്തേഡിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ എങ്ങനെയൊക്കെയാ സർവേ ചെയ്യാം, ഒരാളിൽ നിന്ന് എങ്ങനെയൊക്കെ ഇൻഫോർമേഷൻസ് എടുക്കാം, കുറെ ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇന്റർവ്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റനേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഒബ്സർവേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ടെസ്റ്റുകൾ യൂസ് ചെയ്യാം. നമുക്ക് എന്താണ് ഏത് ഏരിയയിലാണോ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്, ഒരാളുടെ ബ്രെയിൻ കപ്പാസിറ്റി ആണ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രെയിൻ ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകൾ നമ്മൾ കൊടുക്കും. പേഴ്സണാലിറ്റി ആണെങ്കിൽ അതിനുള്ള ടെസ്റ്റുകൾ കൊടുക്കും. ഓക്കെ, ഇപ്പോൾ എന്താണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇന്റർവ്യൂ ആണ്. ഇപ്പോൾ ഒരാൾക്ക് നമുക്കൊരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനുള്ളതെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ പോലെ ചെയ്യും. അപ്പൊ അയാളതൊരു എക്സ്പ്ലനേഷൻ പോലെ എഴുതി തരികയാണ് വേണമെങ്കിൽ നമ്മൾ അതിനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആക്കിയിട്ട് ക്വസ്റ്റ്യനെയർ ആയിട്ട് കൊടുക്കും. പിന്നെ നമ്മൾക്ക് ഡയറക്റ്റ് പോയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാക്കുക വേണമെങ്കിൽ നമ്മൾ എന്ത് പോകും, പാർട്ടിസിപ്പന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ സർവേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്താണ് ഇതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാത്തമാറ്റിക്കൽ ടെക്നിക്സും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എന്നും പറയുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് എക്സ്പെരിമെന്റൽ മെത്തേഡ്. എക്സ്പെരിമെന്റൽ മെത്തേഡിൽ എന്താണ് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണോ, ഇൻഡിപെൻഡന്റ് വേരിയബിള്, ഡിപെൻഡന്റ് വേരിയബിള്, ഇന്റർവീനിങ് വേരിയബിള്. അതായത് നമ്മൾ ഒരു എക്സ്പെരിമെന്റിൽ എന്ത് ചെയ്യാണ്, ഒരു സാമ്പിളിനെ എടുത്തിട്ട് അവരിൽ ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേക ഒരു ബിഹേവിയറിനെ, ഒരു പെരുമാറ്റത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു ശീലത്തിനെ എന്തിനേലും നമ്മൾ എന്ത് ചെയ്യാണ്, എന്താണ് മെഷർ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളൊരു ടോപ്പിക് നമുക്ക് ഏത് ഏരിയയിലാണോ എന്താണ് ഇൻഫോർമേഷൻ വേണ്ടത് അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്തു, സ്റ്റഡി ഒരു കോളേജ് സ്റ്റുഡൻസിൽ ഉണ്ടാവുന്ന സ്റ്റഡി ഹാബിറ്റ് എങ്ങനെയാണ്, അവർക്ക് എന്തൊക്കെ കരിയർക്ക് അതുകൊണ്ട് കരിയർക്ക് അവരെങ്ങനെയൊക്കെ മോട്ടിവേറ്റഡ് ആക്കിയിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളൊരു എന്താണ് സ്റ്റഡി നടത്തണം. അപ്പോൾ നമ്മളിവിടെ മെയിൻ ആയിട്ട് നോക്കുന്ന സ്റ്റഡി ഹാബിറ്റ് ഇവിടെ എന്തായി, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയി. അത് കാരണം വരുന്ന ചേഞ്ച്, അതായത് അവർക്ക് കരിയറിൽ ഇത് കാരണം എന്തുണ്ടാവും, ചേഞ്ച് ഉണ്ടാവും, ഡെവലപ്മെന്റ് ഉണ്ടാവും. അപ്പൊ അതെന്തായി, എന്താണ് ഡിപ്പെൻഡഡ് ആയി. നമ്മൾ പഠിച്ച സബ്ജക്റ്റ് ഇൻഡിപെൻഡന്റ് ആയി, അത് കാരണം വരുന്ന എഫക്റ്റ് എന്തുണ്ടായി, ആ ഒരു വേരിയബിള് ഡിപ്പെൻഡഡ് ആയി. അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തായി, ഇന്റർവീനിങ് ആയി. ഓക്കെ, അത് മനസ്സിലായോ എല്ലാവർക്കും? ഇത്രയും മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറഞ്ഞത് എന്താണ്, ഒരു എന്താണ് സെറ്റിങ്സിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ടൂൾസ്, എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യാം, ഇതിനെ കുറിച്ചിട്ടൊക്കെ എന്തുണ്ടാക്കണം, ഇൻവെസ്റ്റിഗേറ്റർ മുന്നേ തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റിയാണ് ചെക്ക് ചെയ്യണമെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ടൂൾസിന്റെ ഇൻഫോർമേഷൻ നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയെടുക്കണം. ആ ടൂൾസ് എവിടെ നിന്നൊക്കെ കിട്ടും, അതെങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ഉണ്ടാക്കണം, നമ്മൾ നേരത്തെ നമുക്കൊരു ഇൻഫോർമേഷൻ, നമുക്കൊരു അറിവ് നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഒരു ഇൻഫോർമേഷൻ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് എക്സ്ട്രാ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് അതിനെ കുറിച്ചിട്ട് സിസ്റ്റമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതേപോലെ അത് അവരിൽ വർക്ക് ചെയ്യിപ്പിക്കണം. ഇത്രയാണ് ടൂൾസ് ആൻഡ് ടെക്നിക്സിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഓക്കെ ആണോ ഇന്നത്തെ? ആ ഓക്കെ ആണ്, എല്ലാവർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ എവിടെയെങ്കിലും മനസ്സിലാവാണ്ട് പിന്നെ വായിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടാണ്ടാവുക എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്തോ, പേഴ്സണലി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറഞ്ഞുതരാൻ ഓക്കെയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഓക്കെ ആണോ എല്ലാവർക്കും?